ഓണപരീക്ഷയ്ക്ക് ശേഷം എടുത്ത ആദ്യത്തെ മാത്സിലെ ചാപ്റ്റർ 10ാം ക്ലാസ്സിൽ ഏതാ ട്രിഗണോമെട്രി അഥവാ ത്രികോണമിതിയാണല്ലേ. ആ ത്രികോണമിതി ഉള്ള ഒരു ചോദ്യമാണിത്. പക്ഷെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ചോദ്യം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലോ നോട്ട് ബുക്കിലോ കണ്ടിട്ടുണ്ടോ? നിങ്ങളിൽ 90% പേരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ എനിക്കിത് എവിടെ നിന്ന് കിട്ടിയേ? ഇതെനിക്കൊരു മുൻവർഷ ചോദ്യപേപ്പറിൽ നിന്ന് കിട്ടിയതാണ്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം മുൻവർഷ ചോദ്യപേപ്പറിൽ നിന്ന് കിട്ടുമ്പോൾ മുൻ വർഷങ്ങളിൽ ഇങ്ങനെ ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണോ അതിന്റെ അർത്ഥം? അല്ല, മുൻ വർഷങ്ങളിലും പാഠഭാഗം ഇത് തന്നെയാണ്. നിങ്ങൾ എന്താണോ ഇപ്പൊ ത്രികോണമിതി അഥവാ ട്രിഗണോമെട്രി പഠിക്കുന്നത് അത് തന്നെയാണ് മുൻ വർഷങ്ങളിലും ആ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ എന്ത് മാറി? പരീക്ഷയ്ക്ക് വരുമ്പോൾ ചോദ്യത്തിന്റെ രൂപം മാറി, ഈ രൂപത്തിലായി. പക്ഷെ ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇതെങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ രീതിയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പ്രയോഗിക്കേണ്ടി വരുന്ന, എന്നാൽ പഠിച്ച കാര്യങ്ങളുമായി ഡയറക്റ്റ് ഒരു ബന്ധം തോന്നിക്കാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷയിൽ എപ്പോഴും കാണാറുണ്ട്. എല്ലാ കാലത്തും കേട്ടിട്ടുള്ള പരാതിയാണ് മാത്സിൽ പഠിക്കണതല്ല വരിക. ശരിയാണ്. കാരണം എന്താ, ഭൂരിപക്ഷം പേരും ചോദ്യങ്ങളാണ് പഠിക്കുന്നത്. നോട്ടിലുള്ള ചോദ്യങ്ങളും ടെസ്റ്റിലുള്ള ചോദ്യങ്ങളൊക്കെ എഴുതാനും പഠിക്കാനൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. ശരിയാണ്. പക്ഷേ അതിൽ ഒരു മാറ്റം വരുത്തി ചോദിക്കുമ്പോൾ അതേ ആശയം പ്രയോഗിക്കാനുള്ള പഠിത്തം ആരും പഠിക്കുന്നില്ല. ഇത് നിങ്ങൾ പഠിച്ചൊരു ആശയമാണ്, പക്ഷെ നേരിട്ട് നോക്കുമ്പോൾ ഇപ്പൊ നമുക്ക് അതുമായിട്ടൊരു ബന്ധവും തോന്നുന്നില്ല എന്ന് മാത്രം. അപ്പൊ ഈ രീതിയിൽ, ഏത് രീതിയിൽ നമ്മൾ പഠിച്ച ആശയങ്ങൾ പല രീതിയിൽ മാറ്റി മറിച്ച് ചോദിക്കും. അത് മനസ്സിലാവാത്തത് കൊണ്ടാണ്, ഇവിടെ ഏത് ആശയം ഉപയോഗിക്കണമെന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണ് നമുക്ക് പഠിച്ചതല്ല വരുന്നത് എന്ന പരാതി ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ പരാതി ഇക്കൊല്ലം ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞാൽ ഉണ്ടാവില്ല. കാരണം ഞാൻ ഓരോ പാഠത്തു നിന്നും ഓരോ പാഠഭാഗത്തെയും സംബന്ധിക്കുന്ന എല്ലാ മുൻവർഷ ചോദ്യങ്ങളും മാക്സിമം ഞാൻ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ക്ലിയർ ആണല്ലോ? ഇനി ചോദ്യപേപ്പറിന്റെ പാറ്റേൺ മാറി അല്ലെ? അതുകൊണ്ട് ഇത് വരില്ല എന്നുണ്ടോ? ഇല്ല, ചോദ്യപേപ്പറിന്റെ പാറ്റേൺ ആണ് മാറിയത്. ചോദ്യങ്ങളുടെ പാറ്റേണിൽ വലിയ വ്യത്യാസങ്ങളില്ല. ഓക്കെ, നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1, 2, പ്രസ്താവന 1, 2 ചോദ്യങ്ങളുണ്ട്. അത്തരം ചില ചോദ്യങ്ങൾ വന്നു എന്നതൊഴിച്ചാൽ ചോദ്യങ്ങളുടെ ഘടനയിൽ രൂപത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അത് ചോദിക്കുന്ന രീതിക്ക് കുറച്ച് മാറ്റങ്ങൾ, ഇപ്പോൾ ഒരു പാഠത്തിലെ ചോദ്യങ്ങൾ ഒറ്റ സെക്ഷനായിട്ടൊക്കെ വന്നു എന്നുള്ള മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ആണ്. ഇവിടെ നമ്മൾ ത്രികോണമിതിയിൽ നിന്ന് തുടങ്ങുന്നു. ഒന്നാമത്തെ ചോദ്യം, ആ ചോദ്യം പറയുമ്പോൾ നമുക്ക് ഒന്നാമത്തെ കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ഇവിടെ പഠിക്കുന്ന ആദ്യത്തെ കാര്യം എന്താ? നമ്മൾ ഈ പാഠത്തിൽ ആദ്യം പഠിച്ചിട്ടുള്ള ഒന്ന് അർത്ഥമാക്കിയേ. എന്താവും പഠിച്ചിട്ടുള്ളത്? ഈ പാഠത്തിൽ ആദ്യം പഠിച്ചിട്ടുള്ള ഒരു മട്ട ത്രികോണം അഥവാ ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ആംഗിൾസ്, കോണുകൾ 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി ആണെങ്കിൽ അവയുടെ വശങ്ങൾ എന്തായിരിക്കും? 1:1:√2 എന്ന അംശബന്ധത്തിലാണ്. ഇതല്ലേ പഠിച്ചിട്ടുള്ളത്? ഇത് തന്നെയാവുമല്ലോ. എന്താ അവിടെ പറഞ്ഞതിന്റെ ഒരു അർത്ഥം? ഒരു മട്ടത്രികോണം, അതിലൊരു കോൺ 90 ആയിരിക്കും സ്വാഭാവികമായിട്ടും. മറ്റ് രണ്ട് കോണുകൾ 45ഉം 45ഉം ആണെങ്കിൽ അല്ലെ, വശങ്ങൾ 1:1:√2 എന്നുള്ള അംശബന്ധത്തിലാണ്, റേഷ്യോയിലാണ്. എന്താ അതിന്റെ മീനിങ്? 45-നെതിരെയുള്ള രണ്ട് വശങ്ങൾ തുല്യമായിരിക്കുമെന്നാണ് 1:1 എന്നുള്ളതും കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ്? 45 ഡിഗ്രിക്ക് എതിരെയുള്ള രണ്ട് വശങ്ങളും തുല്യമായിരിക്കും. ഒരു ഉദാഹരണത്തിന് 45-നെതിരെയുള്ള ഒരു വശമാണല്ലോ ഇത്. ഇതിപ്പോ ഒരു 3 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ 45-നെതിരെയുള്ള ഇതും എന്തെന്നെയായിരിക്കും? 3 സെന്റിമീറ്റർ ആയിരിക്കും. ഇത് ക്ലിയർ അല്ലേ? ഇനി ഇവിടെ 2 3 ആണെങ്കിൽ ഈ √2 കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? √2 എന്നുള്ളതും കൊണ്ട് ഉദ്ദേശിക്കുന്നത് 1 × √2 എന്നാണ്. ഇവിടെ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് 1 × √2 എന്നാണ്. 1 കൊണ്ട് ഗുണിച്ചാൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ആ 1 അവിടെ എഴുതാത്തത്. ക്ലിയർ ആണല്ലോ? പക്ഷെ വേറെ ഏത് സംഖ്യ വന്നാലും അത് അവിടെ എഴുതിയേ പറ്റൂ. അങ്ങനെ വരുമ്പോ ഇവിടെ എന്താ വരിക? ഇവിടെയും 3 ഇവിടെയും 3 ആണെങ്കിൽ 3 × √2 അഥവാ 3√2 എന്നാവും. ക്ലിയർ ആണോ? ഇതാണ് നമ്മൾ ആദ്യം പഠിച്ച കൺസെപ്റ്റ് അല്ലെങ്കിൽ ആശയം. ഈ പാഠഭാഗത്തിലെ ആശയം. നിങ്ങൾ ചോദ്യങ്ങൾ കാണാൻ പാഠം പഠിക്കരുത്, ആശയമാണ് പഠിക്കേണ്ടത്. ഇനി ഈ ചോദ്യം എങ്ങനെയാണ് പരീക്ഷയ്ക്ക് വരിക? ഡയറക്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ വരാം. എങ്ങനെയാണ്? ഒരു മുൻവർഷ ചോദ്യമാണ്. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ PQR തന്നിട്ടുണ്ട്. PQR, ഇവിടെ 45 തന്നിട്ടുണ്ട്, ഇവിടെ 90 തന്നിട്ടുണ്ട്, ഈ സൈഡ് 5 ആണെന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിച്ചത് ഏതാണ്? PR കണ്ടുപിടിക്കാം. ഓക്കെ, ഇതാ PR എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ അല്ലെ? അതെങ്ങനെ കണ്ടുപിടിക്കാം?
ഇവിടെ 45, ഇവിടെ 90. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു കാര്യം മനസ്സിലായി, ഇതെന്തായിരിക്കും 45. 45-നെതിരെയുള്ള ഒരു വശം 5 സെന്റിമീറ്റർ ആയാൽ അടുത്ത വശം തന്നെ ആയിരിക്കും 5 തന്നെ. ഇവിടെ രണ്ടും 5 ആയാൽ ഇവിടെ എന്താ വരിക 5√2. ഇവിടെ നേരത്തെ ഞാൻ ചെയ്തതുപോലെ 1 ഗുണിക്കണം √2 ആണ്. അവിടെ 1 ആവുകൊണ്ട് അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ 5 ആവുമ്പോൾ എഴുതണ്ടേ വേണം. 2 മുതൽ എന്താണെങ്കിലും എഴുതണം. ക്ലിയർ ആണല്ലോ. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. ഇനി ഈ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമാണോ ഇവിടെ വരിക? അല്ല, നമ്മൾ മുമ്പ് പഠിച്ച കാര്യങ്ങളെല്ലാം ചിലപ്പോൾ ഇവിടെ പ്രയോഗിക്കേണ്ടി വരും ഈ പാഠത്തിൽ പ്രത്യേകിച്ച്. ഓക്കെ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ എന്ത് വരും, വൃത്തത്തിന്റെ ഏരിയ കാണാനുള്ള സമവാക്യം ഉപയോഗിക്കേണ്ടി വരും. ഏരിയ ഓഫ് എ സർക്കിൾ, വൃത്തത്തിന്റെ പരപ്പളവ് ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരാം. അല്ലെങ്കിൽ നമ്മൾ വൃത്തങ്ങളെ കുറിച്ച്, സർക്കിൾസിനെ കുറിച്ച് ചിലപ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ ഉപയോഗിക്കേണ്ടി വരാം. ചിലപ്പോൾ 9ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിച്ചത് ഉപയോഗിക്കേണ്ടി വരാം. ചതുരത്തെ കുറിച്ച് നമ്മൾ പഠിച്ചത് ഉപയോഗിക്കേണ്ടി വരാം. രണ്ടാമത്തെ ചോദ്യമാണ് എന്താ, ഇതിലെ പി എന്ന് പറയുന്നത് വൃത്തത്തിന്റെ കേന്ദ്രമാണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് മനസ്സിലാക്കണം, പി സെന്റർ ഓഫ് ദി സർക്കിൾ ആവുമ്പോൾ, വൃത്ത കേന്ദ്രമാവുമ്പോൾ എ ബി എന്തായിരിക്കണം, വ്യാസം അഥവാ ഡയമീറ്റർ ആവും. ഓക്കെ, ഇത് നമ്മൾ ഇവിടെ പഠിച്ചതാണോ? അല്ല. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഇനിയോ വേറെന്താ പറഞ്ഞത്, എ ബി ഡി ആർ പോയിന്റ്സ് ഓൺ ദ സർക്കിൾ. എ ബി ഡി ഒക്കെ പോയിന്റ്സ് ആണ്, സർക്കിളിലുള്ള പോയിന്റ്സ് ആണ്. ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. അങ്ങനത്തെ കുറെ വിവരങ്ങൾ തന്നിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ എന്താ ചോദ്യം ചോദിച്ചിട്ടുള്ളത്, ഇതിൽ ഒന്നാമത്തെ ചോദ്യം അല്ലെങ്കിൽ എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് എന്താ, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ എന്ന് വെച്ചാൽ കോൺ എ എത്രയാണ്. ഏതാ കോൺ എ? ഇതാ അവിടെ ഒരു കോണല്ലേ ഉള്ളൂ, ഇതാ ഈ കോൺ. അത് എത്രയാണ്? അതെങ്ങനെ കണ്ടുപിടിക്കുക? ശ്രദ്ധിച്ചോളൂ. ഇവിടെ 90 ആണെങ്കിൽ ഇങ്ങോട്ടും തന്നെ ആയിരിക്കും 90 തന്നെ ആയിരിക്കും. ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തതോ, ഇത് വൃത്തകേന്ദ്രം ആയതുകൊണ്ട്, പി വൃത്തകേന്ദ്രമായതുകൊണ്ട് പി എയും പി ഡിയും ഒരേ നീളമായിരിക്കും. അതെന്തുകൊണ്ടാ? കാരണം ഇത് വൃത്തകേന്ദ്രമായതുകൊണ്ട് പി എ എന്ന് പറഞ്ഞാലും ആരമാണ്, പി ഡി എന്ന് പറഞ്ഞാലും ആരമാണ്. ആരം എന്ന് വെച്ചാൽ റേഡിയസ്. ആരം എന്നുള്ളവ തുല്യമായിരിക്കും. ഒരു വൃത്തത്തില് എത്ര ആരം വരച്ചാലും അതെല്ലാം തുല്യമായിരിക്കും. ഒരു സർക്കിളിനുള്ളിൽ എത്ര റേഡിയസ് വരച്ചാലും എല്ലാം ഈക്വൽ ആയിരിക്കും. അപ്പൊ പി എയും പി ഡിയും ഈക്വൽ ആയി, എത്രയോ ആയിക്കോട്ടെ ഈക്വൽ ആണല്ലോ. അങ്ങനെ വരുമ്പോൾ സൈഡ്സ് ഈക്വൽ ആയാൽ നമ്മൾ ഇപ്പൊ ഈ പഠിച്ച ഈ സൈഡ്സ് ഈക്വൽ ആവുക എന്ന് പറയുന്നത് വൃത്തവുമായി ബന്ധപ്പെട്ട കാര്യം അല്ലെ. പി എ പി ഡി ഈക്വൽ ആയത് വൃത്തമാണ്, സർക്കിൾസ് ആണല്ലേ. ഇനി നമ്മൾ ട്രയാങ്കിൾസിലേക്ക് പോകണം. എന്തേ, ഇവിടെ ഒരു ട്രയാങ്കിൾ കണ്ടില്ലേ ഇല്ലേ, അതിൽ ഈ പി എയും പി ഡിയും ഈക്വൽ ആണ്. അതാണ് അപ്പോൾ എഴുതിയത് പി എ സമം പി ഡി അല്ലെ. അപ്പൊ അതിനെതിരെയുള്ള വശങ്ങൾ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പൊ നമ്മളെവിടെ ത്രികോണത്തിലെത്തി. തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. എന്താണ്, തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള വശങ്ങൾ തുല്യമായിരിക്കും. അഥവാ ഇവിടുത്തെ എയും ഡിയും, ഡി എന്ന് പറയുമ്പോൾ ഇങ്ങനെ വെറുതെ എഴുതിയാൽ പോരാ, എയുടെ അവിടെ ഒറ്റ ആംഗിളേ ഉള്ളൂ, പക്ഷേ ഡിയുടെ അവിടെ ഒരുപാട് ആംഗിൾസ് ഉണ്ട്. ഏതാ, എ ഡി പി. അപ്പൊ എ ഡി പി കാരണം ഇപ്പുറത്തുണ്ട് ആംഗിള്, അതുകൊണ്ടാട്ടോ. എ ഡി പി അത് രണ്ടും എന്തായിരിക്കും, തുല്യമായിരിക്കും. ഓക്കെ, ഇനി ഒന്ന് ആലോചിച്ചേ, ഇവിടെ 90 ആണ് അല്ലെ, ഈ രണ്ടെണ്ണം തുല്യവുമാണ്. അപ്പൊ എന്താ വരിക, ഒരു ത്രികോണത്തിന്റെ 3 കോണുകൾ കൂട്ടിയാൽ എത്ര കിട്ടുള്ളൂ, 180 കിട്ടുള്ളൂ അല്ലെ. സം ഓഫ് 3 ആംഗിൾസ് ഓഫ് എ ട്രയാംഗിൾ ഈസ് 180 അല്ലെ. അതിൽ 90 ഇവിടെ പോയി, 90 കൊണ്ടായി. ബാക്കി ഇവിടെ രണ്ടിടത്തും കൂടി നമുക്ക് കൊടുക്കാൻ എത്ര നമ്മുടെ ബാക്കിയുള്ളൂ, 90 നമ്മുടെ ബാക്കിയുള്ളൂ അല്ലെ. ആ 90 ആണെങ്കിൽ തുല്യവുമാണ്. അപ്പൊ എന്താ വരിക, 90നെ തുല്യമാക്കിയാൽ 45. ഇത് രണ്ടും എത്രയായി, 45. ഇപ്പൊ പാഠം എവിടെ എത്തി, ഇപ്പോഴാണ് പാഠം നമ്മുടെ പാഠത്തേക്ക് എത്തിയത്. എ ക്വസ്റ്റ്യന്റെ ആൻസറിന് നമ്മുടെ ഈ പാഠഭാഗവുമായിട്ട് ഒരു ബന്ധവും ഇല്ലല്ലോ. പക്ഷേ ഇനി അങ്ങോട്ട് ഇതിൽ ബന്ധമുണ്ട്. അപ്പൊ നമ്മുടെ എ ക്വസ്റ്റ്യന്റെ ആൻസർ ഇത്രയേ ഉള്ളൂ, 45 ഡിഗ്രി. ഓക്കെ, ഇനി എന്താ ബി നോക്കാം നമുക്ക്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി ട്രയാംഗിൾ എ പി ഡി? എന്താണ്,
ത്രികോണം എ പി ഡിയുടെ പരപ്പളവ്. ത്രികോണത്തിന്റെ പരപ്പളവ് എങ്ങനെ കാണുക? ത്രികോണത്തിന്റെ പരപ്പളവ് അഥവാ ഏരിയ ഓഫ് ട്രയാങ്കിൾ എങ്ങനെ കാണുക? ഈസിയാണ്, ഹാഫ് ബി എച്ച്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ കൂടി എഴുതാം, ബി എച്ച് ബൈ 2. ബി എച്ച് ബൈ 2 എങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് ബി അറിയോ? അഥവാ ഈ എ പി ഡി ഇതല്ലേ, ഇതിന്റെ പാദമാണ് ബി, ബേസ്. നമുക്കറിയോ? ഇല്ല. ഇതാണ് എച്ച്, ഏത്? പി ഡി ആണ് എച്ച്. അപ്പൊ എ ബേസ് എന്ന് പറയുന്നത്, പാദം എന്ന് പറയുന്നത് എ പി ആണ്, എച്ച് എന്ന് പറയുന്നത് പി ഡി ആണ്. പക്ഷെ ഇത് രണ്ടും നമുക്ക് അറിയോ? ഇല്ല. എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോഴാണ് ആ ത്രികോണത്തിന്റെ അകത്ത് നമ്മൾ കാണുന്നത് ഈ കോണളവ് എത്രയാണ്? 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി അല്ലെ? അപ്പൊ എന്താ അംശബന്ധം? 1:1:√2. ഇങ്ങനെ ഒരു ഐഡിയ നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ അല്ലെ? ഇതിൻ്റെ ഉള്ളിൽ 45, 45, 90 ആണ്. അപ്പൊ അംശബന്ധം നമുക്കറിയാം. ഇനി നോക്കിക്കേ, 90-നെതിരെയുള്ള വശം നമുക്ക് തന്നിട്ടുണ്ടല്ലോ. 90-നെതിരെയുള്ള വശം എത്ര തന്നെ? 5. 90-നെതിരെയുള്ള വശം 5 ആണ് അല്ലെ? 90-നെതിരെയുള്ള വശം 5 ആണ്. അപ്പോൾ 90-നെതിരെയുള്ള വശം 5 ആണെങ്കിൽ 45-കൾക്കെതിരെയുള്ള വശങ്ങൾ എന്തായിരിക്കും? ഇവിടെ രണ്ടും തുല്യാണ് അല്ലെ? ഇത് രണ്ടും തുല്യാണ്. അപ്പൊ ഇവിടെ കിട്ടിയാൽ ഇവിടെയായി, പ്രശ്നം തീർന്നു, നമ്മുടെ എല്ലാ പ്രശ്നവും തീർക്കും. ക്ലിയർ ആണോ? അപ്പൊ ഒന്ന് പറഞ്ഞേ, ഇവിടെ എന്താ വരിക? അത് ശ്രദ്ധിക്കണം. നമ്മള് നേരത്തെ ചോദ്യം ഞാനൊന്ന് ഇവിടെ എഴുതാണ്. നേരത്തെ ചോദ്യത്തില് നമുക്ക് 45, 90 തന്നെയായിരുന്നു. അപ്പൊ അംശബന്ധത്തിന് യാതൊരു മാറ്റവുമില്ല. പക്ഷെ നേരത്തെ തന്നത് 45-നെതിരെ 5 ആണെന്നാണ്. നേരത്തെ ചോദ്യം നോക്കൂ, ഒന്ന് ബാക്ക് അടിച്ച് വേണം നോക്കി നോക്കുക. ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തില് 45-ന് എതിർവശം 5 ആണെന്നാണ് തന്നത്. അപ്പൊ അടുത്ത 45-ന് എതിർവശം തന്നെയായിരിക്കും, 5 തന്നെയായിരിക്കും, തുല്യമാണ്, ഈക്വൽ. ഇവിടെ എങ്ങനെ വരിക? 5 ഗുണിക്കണം √2. ഇങ്ങനെയാണല്ലോ നമ്മൾ ചെയ്ത് അല്ലേ? നമ്മള് ഇവിടെ നിന്ന് 45-നെതിരെയുള്ളത് തന്നു, 90-നെതിരെയുള്ളത് കണ്ടുപിടിച്ചു അല്ലെ? അപ്പൊ എങ്ങനെയൊക്കെ ചെയ്ത്? ഗുണിച്ചു. എന്ത് ഗുണിച്ചു? നമുക്ക് തന്നിട്ടുള്ളതിനെ √2 കൊണ്ട് ഗുണിച്ചു അല്ലെ? അപ്പൊ 45-നെതിരെയുള്ളത് തന്നിട്ട് 90-നെതിരെയുള്ളത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ √2 കൊണ്ട് ഗുണിക്കണം അല്ലെ? ഇനി ഇവിടുത്തെ സിറ്റുവേഷൻ എന്താ? ഇതിന്റെ നേരെ ഓപ്പോസിറ്റാ. എന്താ ഉണ്ടായേ? 90-നെതിരെയുള്ളത് തന്നു, ഇനി നമ്മൾ ഏതാ കണ്ടുപിടിക്കണ്ടേ? 45-നെതിരെയുള്ളത് കണ്ടുപിടിക്കണം അല്ലെ? ഇവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോ നമ്മൾ ഗുണിക്കല്ലേ ചെയ്ത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ എന്താവും ചെയ്യണ്ടേ? എന്താ വേണ്ടേ? ഹരിക്കണം. അപ്പൊ 45-ന്റെ എതിർവശം 5√2. അപ്പൊ ഇവിടെ എന്തെന്നെയായിരിക്കും? 5√2 അല്ല, സോറി, 5/√2. അപ്പൊ ഇവിടെ എന്തെന്നെയായിരിക്കും? 5/√2. അങ്ങനെയാണെങ്കിൽ നേരെ ഈ ചിത്രത്തിലേക്ക് നോക്കിക്കേ, നമ്മുടെ ഈ ചിത്രത്തിലേക്ക് നോക്കിക്കേ. ഈ 45-ന്റെ എതിർവശം എന്താവും? 5/√2. ഇവിടെ എന്തെന്നെയായിരിക്കും? 5/√2. അങ്ങനെ വരുമ്പോൾ പരപ്പളവ് അഥവാ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ബി എച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഹാഫ് ഇൻറ്റു ഇവിടെ ബി എന്ന് പറഞ്ഞാൽ എ പി ആണ്. എ പി എത്രയാണ്? 5/√2 ഗുണിക്കണം എച്ച് എന്ന് പറഞ്ഞാൽ ഏതാ? പി ഡി, ഹൈറ്റ്, ഉയരം അല്ലെ? അതെത്രയാണ്? അതും 5/√2 തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ ഗുണിക്കുക? ഒരേ സംഗതി അല്ലേ ഗുണിക്കുന്നേ? 2 വട്ടം ഒരേ കാര്യം. ഈ 1/2 കാര്യമല്ല കേട്ടോ. ഇവിടെ 5/√2 ആണ്, ഇവിടെ 5/√2 അല്ലെ? ഒരേ സംഖ്യ 2 വട്ടം ഗുണിക്കുമ്പോൾ നമുക്ക് അതിന് എന്ത് ചെയ്യാം? അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല, സ്ക്വയർ തൊട്ടായി. മനസ്സിലായോ? എങ്ങനെ? നമ്മളിപ്പോ 3 ഗുണിക്കണം 3 എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പകരം എന്ത് എഴുതിയാൽ മതി? 3 സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. ഈ സ്ക്വയർ ആർക്കുള്ളതാ? ഞാൻ ബ്രാക്കറ്റ് ഒക്കെ ഇട്ട് വെക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? ഈ സ്ക്വയർ 2 പേർക്കും വേണം. ഏതാ ഈ 2 പേര്? 5-നും കൊടുക്കണം, ഒപ്പം √2-നും കൊടുക്കണം. ഇവിടെ 2 5 ഉണ്ട്. അപ്പൊ 5 ഗുണിക്കണം 5-ന് പകരം 5 സ്ക്വയർ, √2 ഗുണിക്കണം √2-ന് പകരം √2 സ്ക്വയർ. റൂട്ടും സ്ക്വയറും ഒരുമിച്ച് വന്നാൽ രണ്ടും ക്യാൻസൽ ആവും. അപ്പൊ ഇവിടെ എന്താ ബാക്കി? 1/2 ഗുണിക്കണം 5-ന്റെ സ്ക്വയർ 25 ബൈ ഇവിടെ ബാക്കി ആരാ? 2. ഇവിടെ എത്തിയോ? എങ്ങനെ 2 ഭിന്നസംഖ്യകൾ ഗുണിക്കുക? 2 ഭിന്നസംഖ്യകൾ ഗുണിക്കല് നേർക്ക് നേരാണ്. അംശം തമ്മിലും ഛേദം തമ്മിലും, ന്യൂമറേറ്റേഴ്സ് തമ്മിലും ഡിനോമിനേറ്റേഴ്സ് തമ്മിലും. അങ്ങനെ വരുമ്പോ 1 ഗുണിക്കണം 25 ബൈ 2 ഗുണിക്കണം 2 4 25/4. 6.25 എന്നൊക്കെ എഴുതാം, എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത്രയും സെന്റിമീറ്റർ സ്ക്വയർ. ക്ലിയർ ആണോ? ഇനി ഇവിടെ സി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. സി ക്വസ്റ്റ്യൻ എന്താ? സി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി പാരലലോഗ്രാം.
ABCD. എന്തായാലും അർത്ഥം ABCD എന്ന സാമാന്തരികത്തിന്റെ പരപ്പളവ് കാണുക. അപ്പൊ പുതിയ കാര്യമാണ്, പക്ഷെ സാമാന്തരികത്തിന്റെ പരപ്പളവ് കാണാതെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പൊ അതറിയണം. എങ്ങനെ? സാമാന്തരികത്തിന്റെ പരപ്പളവ്, ഏരിയ ഓഫ് പാരലലോഗ്രാം അല്ലെ, അതെങ്ങനെയാണ് വിളിക്കുക? BH ആണ്. സമവാക്യം എന്താ? BH എന്ന് വെച്ചാൽ ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, പാദം ഇൻറ്റു ഉയരം. ഇവിടെ ബി എന്ന് പറഞ്ഞാൽ ഏതാ? ഈ പാരലലോഗ്രാമിനെ സംബന്ധിച്ച് ഏതാ ബി പാദം? താഴ്ഭാഗത്തെയാണല്ലോ പാദം എന്ന് വിളിക്കുക. അപ്പൊ നമുക്ക് എന്ത് വിളിക്കാം? AB ആണ് പാദം. ബേസ് ബി AB ആണ്. ABയുടെ നീളം നമുക്കറിയോ? നമുക്കറിയില്ല. പക്ഷേ ABയെ നമുക്ക് കണ്ടുപിടിക്കാൻ ഈസിയാണ്. എങ്ങനെ? ഈ AB രണ്ടല്ലേ? ഏതൊക്കെ? AP അഥവാ PAയും ഉണ്ട്, PBയും ഉണ്ട്. ഇത് രണ്ടും കൂടി കൂട്ടിയാലാണല്ലോ AB കിട്ടുക. ഈ PAയും ഈ PBയും കൂട്ടിയാലാണല്ലോ AB കിട്ടുക. ആണല്ലോ. എന്താ ഈ PAയും PBക്കും പ്രത്യേകത? PA ആരമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. കാരണം വൃത്തകേന്ദ്രത്തിൽ നിന്ന് വരച്ചാൽ അത് ആരമാണ്. അപ്പൊ PBയും എന്ത് തന്നെയായിരിക്കും? ആരം തന്നെയായിരിക്കും. അപ്പൊ ഇവിടെ എന്ത് കിട്ടിയോ അത് തന്നെയാണ് ഇവിടെയും വരിക. ആരങ്ങളൊക്കെ തുല്യാണല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ പോലെ 5/√2 5/√2 രണ്ടും കൂടി കൂട്ടുക. എങ്ങനെ കൂട്ടുക? ഛേദം തുല്യമാണെങ്കിൽ, ഡിനോമിനേറ്റർ തുല്യമാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ന്യൂമറേറ്റേഴ്സ് തമ്മിൽ കൂട്ടിയാൽ മതി. അഥവാ ഛേദം തുല്യമാണെങ്കിൽ പിന്നെ ഛേദത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട, അംശങ്ങൾ തമ്മിൽ കൂട്ടിയാൽ മതി. ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആണെങ്കിൽ ഡിനോമിനേറ്ററിന്റെ കാര്യം പിന്നെ നിങ്ങളാണ് വിടുക. എന്തെന്നെയാണ്? √2 തന്നെയാണ്. ഒന്നും ആലോചിക്കണ്ട, കൂട്ടൊന്നും വേണ്ട, ഒന്നും ചെയ്യണ്ട. അത് അങ്ങനെ എഴുതി, ഒരു മാറ്റമല്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടുക. 5 കൂട്ടിയാൽ 10. അപ്പൊ ബി കിട്ടിയല്ലോ. ഇനി H. ഇതിൽ H ഏതാ? H എന്ന് പറഞ്ഞാൽ നിവർത്തി ഇങ്ങനെ നിൽക്കണം, 90 ഡിഗ്രിയിൽ നിൽക്കണം. അതേതാ? PD. നേരത്തെ പോലെ തന്നെ. അതെത്രയാണ്? 5/√2 അത് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ 2 ആയി അല്ലേ? ഇനി എന്ത് ചെയ്താൽ മതി? ഗുണിക്കുക. ബേസ് ഇൻറ്റു ഹൈറ്റ്, പാദം ഇൻറ്റു ഉയരം. എന്താ? 10/√2 ഗുണിക്കണം 5/√2. ഭിന്നസംഖ്യ ആണല്ലോ. എങ്ങനെ ഭിന്നസംഖ്യ ഗുണിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞു, നേരിട്ട് നേർക്ക് ഇങ്ങനെ ഗുണിക്കണം അല്ലെ. 10 ഗുണിക്കണം 5 ചെയ്യണം, √2 ഗുണിക്കണം √2 ചെയ്യണം. 10 ഗുണിക്കണം 5 50 ആണ്. അതിൽ പ്രശ്നം എന്താ? ഒരേ സാധനം അല്ലെ, √2. അപ്പൊ അതിനെന്താവും? √2 സ്ക്വയർ ആവും. ഒരേ സാധനം രണ്ടോട്ടേ എഴുതണ്ട, അപ്പൊ പറഞ്ഞിട്ടേ ഉള്ളൂ. സ്ക്വയറും റൂട്ടും വെട്ടിപ്പോയാൽ ബാക്കി ഇവിടെ 50/2 അഥവാ 25 സെന്റിമീറ്റർ സ്ക്വയർ. 25 സെന്റിമീറ്റർ സ്ക്വയർ. ഇത്രയുള്ള പരിപാടി. കിട്ടിയോ? ഇനി ഒന്ന് ആലോചിച്ചേ, എന്താ നമ്മൾ ഈ പാഠത്തിൽ രണ്ടാമത് പഠിച്ച ആശയം? കണ്ടന്റ് എന്താ? തീർച്ചയായിട്ടും എന്താ നമ്മുടെ രണ്ടാമത്തെ ആശയം? അത് ഇങ്ങനെയായിരുന്നു. ഓർമ്മ കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്താ സംഗതി? വീണ്ടും ഒരു റൈറ്റ് ട്രയാങ്കിൾ അല്ലെ, ഒരു മട്ട ത്രികോണം. അതിന്റെ കോണുകൾ 90 ആയിരിക്കും സ്വാഭാവികമായിട്ടും. വേറൊന്ന്, ഇപ്പൊ ഇത് 30 ആണെങ്കിൽ അടുത്തത് 60 അല്ലെ. ഇങ്ങനെ ഒരു മട്ട ത്രികോണത്തിന്റെ കോണളവുകൾ 30, 60, 90 ആണെങ്കിൽ അവയുടെ അംശബന്ധം എന്ത്? വശങ്ങൾ തമ്മിലുള്ള റേഷ്യോ അല്ലെ, അംശബന്ധം എന്ന് മലയാളത്തിൽ പറയുന്നു. അത് 1:√3:2 എന്നാണ്. തന്നെ പഠിച്ചിട്ടുള്ളത്. എന്താ അതിന്റെ അർത്ഥം? നമ്മൾ ആ എഴുതിയ ഓർഡറിൽ തന്നെ ആലോചിച്ചാൽ മതി, അർത്ഥം കിട്ടും കേട്ടോ. എന്താന്ന് വെച്ചാൽ നമ്മൾ എന്തിനാ ആദ്യം 30, രണ്ടാമത് 60, പിന്നെ 90 ആണല്ലോ എഴുതിയത്. ആ ഓർഡറിൽ ആലോചിക്കാം. 30 ആദ്യം, അംശബന്ധം എഴുതുമ്പോൾ 1 ആദ്യം അല്ലെ. കോണളവ് അഥവാ ആംഗിൾ എഴുതുമ്പോൾ ആദ്യം 30 ആണ്, അംശബന്ധം റേഷ്യോ എഴുതുമ്പോൾ ആദ്യം 1 ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നവർ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. എന്താ ബന്ധം? ഈ 30 ഡിഗ്രി കോണ് കാണാനില്ലേ ത്രികോണത്തില്, ട്രയാങ്കിളില്? ആ 30 ഡിഗ്രി ആംഗിളിന്റെ എതിർവശം, ഓപ്പോസിറ്റ് എതിർവശം 1 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അതേപോലെ അടുത്തേക്ക് പോലെ രണ്ടാമത് ഇവിടെ 60 ആണ്, 60-ന് താഴെ √3 ആണ് അല്ലെ. അല്ലെങ്കിൽ എന്താ പറയാ, രണ്ടാമത് ഇവിടെ √3 ആണ്, അങ്ങനെയും പറയാലോ അല്ലെ. അതിന്റെ മീനിങ് എന്താ? നേരത്തെ പറഞ്ഞ പോലെ, ഈ 30-ലെ ആരും പറഞ്ഞ പോലെ 60-ന് എതിർവശം ഉണ്ടല്ലോ, 60-ന് എതിർവശം അതെത്രയാണ്? ഇവിടെ 1 ആണെങ്കിൽ, അഥവാ 30-ന് എതിർവശം 1 ആണെങ്കിൽ 60-ന്റെ ഓപ്പോസിറ്റ് 1 ഗുണിക്കണം √3 എന്നാണ്. എങ്ങനെയാണ്? 30-ന് എതിർവശം 1 ആണെങ്കിൽ മാത്രം നോക്കിയാൽ കേട്ടോ. 1 ആണെങ്കിൽ
60ന് എതിർവശം 1 ഗുണിക്കണം √3. പക്ഷേ 1 ഗുണിക്കണം √3 എന്ന് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്തെഴുതിയാൽ മതി? √3 എന്ന് എഴുതിയാൽ മതി. ഇത് ക്ലിയർ ആണല്ലോ. അടുത്തതോ അതുപോലെ ആലോചിച്ചാൽ അവസാനം 90ഉം 2ഉം ആണ് അല്ലെ. അതെങ്ങനെ മനസ്സിലാക്കണ്ടേ? ഇതേപോലെ തന്നെ 30ന് എതിർവശം 1 ആണെങ്കിൽ 90ന് എതിർവശം 2 ആണ് എന്ന് വെച്ചാൽ 30ന്റെ എതിർവശം 1 ആണെങ്കിൽ അതിന്റെ ഇരട്ടി ഡബിൾ, 1ന്റെ ഡബിൾ ആണല്ലോ 2, ഡബിൾ ആണ് 2. ക്ലിയർ ആണോ? ഇനി അഥവാ ഇവിടെ 2 വന്നാലോ എന്താവും? സ്വാഭാവികമായിട്ടും ഇവിടെ 2 ഗുണിക്കണം √3 അഥവാ 2√3. ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ അതിന്റെ ഡബിൾ 4. ഇവിടെ 3 ആണെങ്കിലോ ഇവിടെ 3 ഗുണിക്കണം √3, ഇവിടെ അതിന്റെ ഡബിൾ 6. ഇങ്ങനെയാണല്ലോ വരിക. ഇതാണ് നമ്മൾ രണ്ടാമതായിട്ട് ഈ പാഠത്തിൽ പഠിക്കേണ്ട ബേസിക് ആയ കാര്യം അല്ലെ. ഇനി ഈ ആശയം ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാനുള്ള സാധ്യതയേക്കാൾ ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കാം. ഈസി ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നില്ലെങ്കിൽ എങ്ങനെ? ഇവിടെ 90, ഇവിടെ 30, ഇവിടെ 60 അല്ലെ. നമുക്കിവിടെ ഒരു 4 സെന്റിമീറ്റർ എന്ന് തന്നിട്ട് നമ്മുടെ ആഗ്രഹത്തിൽ വേണമെങ്കിൽ ആലോചിക്കാം. എന്ത്? ഇവിടെ ABC എന്ന് ഇട്ടാൽ നമുക്കൊരു ആഗ്രഹം തോന്നും. എന്ത്? AB എത്രയെന്നൊരു ചോദ്യം, AC എത്രയെന്ന് രണ്ടാമത്തെ ചോദ്യം, രണ്ടിനും കൂടി കുറെ മാർക്ക്. ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കാം. ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ കിട്ടുമോ? ഇല്ല. ഇങ്ങനത്തെ ചോദ്യം ഒരു പക്ഷെ വന്നേക്കാം. പക്ഷെ വന്നാലും 1 മാർക്ക് ചോദ്യമായിട്ടേ വരുള്ളൂ. ഓക്കെ, അതിന് തന്നെ വളരെയധികം സാധ്യത കുറവാണ്. എനിവേ നമുക്കിതൊന്നും ചെയ്ത് നോക്കല്ലേ. 30ന് എതിർവശം 4 ആണെങ്കിൽ 60ന് എതിർവശം എങ്ങനെ ചെയ്യാം? നമുക്കറിയാം. 4 ഗുണിക്കണം √3 അഥവാ 4√3. 30ന് എതിർവശം 4 ആണെങ്കിൽ 90ന് എതിർവശം എത്രയായിരിക്കും? 4ന്റെ ഇരട്ടി 8 അല്ലെ. ഈ രീതിയിലാണല്ലോ കിട്ടുക. ഇനി നമുക്ക് ഇത് വെച്ചിട്ടൊരു വേറെ ചോദ്യം ചെയ്ത് നോക്കിയാലോ. അപ്പൊ നമുക്ക് ഈ ആശയം വെച്ചിട്ട് വരുന്ന ആദ്യത്തെ ചോദ്യം അഥവാ നമ്മൾ ഇപ്രാവശ്യം ചെയ്യുന്ന 3ാമത്തെ ചോദ്യം, ഈ പാഠത്തിൽ നിന്ന് ചെയ്യുന്ന 3ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ചോദ്യം എന്താ? ഇൻ ദ ഫിഗർ ABCD ഈസ് എ റെക്ടാംഗിൾ, AC 12, ആംഗിൾ BAC 30 ഒക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ. എന്താ ചോദ്യം? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി റെക്ടാംഗിൾ? ചോദ്യം എന്താണ്? ഈ ചതുരത്തിന്റെ ഏരിയ എത്രയാണ്? ഏരിയ എന്ന് വെച്ചാൽ പരപ്പളവ് എത്രയാണ്? അപ്പൊ ചോദ്യം എന്താ? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദിസ് റെക്ടാംഗിൾ? ഈ ചതുരത്തിന്റെ പരപ്പളവ് എത്രയാണ്? ഈസി ആയിട്ട് ചെയ്യാലോ. എന്താ അറിഞ്ഞാൽ മതി നമുക്കറിയേണ്ട ഒരു കാര്യം. ആദ്യം അറിയേണ്ടത് ചതുരത്തിന്റെ പരപ്പളവ് എങ്ങനെയാണ് കാണുക, അഥവാ ഏരിയ ഓഫ് റെക്ടാംഗിൾ എങ്ങനെയാണ് കാണുക. ഓക്കെ, എങ്ങനെ കാണുക? ഈസിയാണ്. മലയാളത്തിൽ നീളം ഇൻറ്റു വീതി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ഇതാണല്ലോ. ക്ലിയർ ആണല്ലോ. ആ കാര്യത്തിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇനി ഇവിടെ നീളം തന്നിട്ടുണ്ടോ? ഉണ്ടോ? ലെങ്ത്, ഈ നീളം ഇല്ല, നമുക്ക് തന്നിട്ടില്ല. ഇനി ഈ വീതി നമുക്ക് തന്നിട്ടുണ്ടോ? ബ്രെഡ്ത്ത് തന്നിട്ടുണ്ടോ? അതുമില്ല. അതെങ്ങനെ കണ്ടുപിടിക്കുക? അത് കണ്ടുപിടിക്കുക അവിടെ ഈസിയാണ്. എങ്ങനെ? റെക്ടാംഗിളിന്റെ ഒരു ആംഗിൾ എന്ന് വെച്ചാൽ 90 ഡിഗ്രി ആയിരിക്കും. ആദ്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ചതുരത്തിന്റെ കോൺ എന്ന് പറഞ്ഞാൽ അത് 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 90 ഡിഗ്രി. ഇവിടെ നമുക്കൊരു 30 തന്നിട്ടുണ്ട് അല്ലെ. സോ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്ത് വരും? 60 എന്ന് വരില്ലേ? 30, 60, 90 നമുക്കറിയാലോ. എന്താ? 1:2, √3:2 അല്ലെ. ഇനി ഒന്ന് ആലോചിച്ചേ. നമുക്ക് 30, 60, 90 ഇങ്ങനെ 3 ആംഗിളുകളും ഉണ്ട് അല്ലെ. ഇതില് ഏത് കോണിന് എതിർവശമാണ് നമുക്ക് തന്നിട്ടുള്ളത്? ആലോചിച്ച് നോക്കിയേ. നമുക്ക് തന്നിട്ടുള്ള ഒരു 12 ആണ്. ആ 12 ഏത് ആംഗിളിന്റെ ഓപ്പോസിറ്റാ? ഏത് കോണിന് എതിർവശം നോക്കിയാൽ എങ്ങനെയല്ലേ വരിക? ആ 12 ഇരിക്കുന്നത് 90ന് എതിർവശല്ലേ അല്ലേ. അപ്പൊ നമുക്ക് തെറ്റാതിരിക്കാൻ ഞാൻ ചെയ്യേണ്ട ഒരു പരിപാടി, നമുക്ക് തന്നത് 90ന് എതിർവശമായതുകൊണ്ട് ഞാൻ 90ന്റെ താഴെ തന്നെ എഴുതി വയ്ക്കും. സാധാരണ ചെയ്യുന്ന പരിപാടിയാണ്. തെറ്റാതിരിക്കാൻ 90ന് എതിർവശം തന്നതുകൊണ്ട് ഞാൻ 90ന്റെ താഴെ തന്നെ എഴുതി വയ്ക്കും. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടണം? 30ന് താഴെ എന്താണ് വരിക? അത് കഴിഞ്ഞിട്ട് 60ന് താഴെ എന്താണ് വരിക? ഈ ഓർഡറിൽ വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. അഥവാ 30, 60, 90 ആണെങ്കിൽ നമുക്ക് എവിടെ വേണേലും തരാം. 30ന് എതിർവശമുള്ള സൈഡ് വേണമെങ്കിൽ തരാം, 60ന് എതിർവശമുള്ള സൈഡ് വേണമെങ്കിൽ തരാം, 90ന് എതിർവശമുള്ള സൈഡ് വേണമെങ്കിൽ തരാം.
ഏത് വേണേൽ തരാം. നമുക്ക് 30-നെതിരെയുള്ളത് തന്നില്ല എന്ന് വിചാരിക്കുക. ഇവിടെ കണ്ടോ 30-നെതിരെയുള്ളത് തന്നിട്ടില്ലല്ലോ, ഇല്ല. 60-നെതിരെയുള്ളതും തന്നിട്ടില്ല, പോട്ടെ. 90-നെതിരെയുള്ളതാണ് തന്നത് അല്ലെ. എവിടെ തന്നാലും 30 അല്ല എങ്കിൽ, 30-നെതിരെയുള്ള വശം തന്നിട്ടില്ലെങ്കിൽ നമുക്ക് തന്നതിൽ നിന്ന് ആദ്യം കണ്ടുപിടിക്കേണ്ടത് 30-ന് എതിർവശമാണ്. ഒരു ഉദാഹരണത്തിന് ഇവിടെ അല്ല തന്നു വിചാരിക്കുക, ഇവിടെയാണ് തന്നതെന്ന് വിചാരിക്കുക. നമ്മൾ നേരിട്ട് ഇതിന് ഇതിക്ക് പോകാൻ കഴിയില്ല. നമ്മൾ അപ്പോഴും ആദ്യം ഏത് കണ്ടുപിടിക്കണം? ഇവിടെ നിന്ന് 30-ന് എതിർവശം ആദ്യം കണ്ടുപിടിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ ആണോ? അപ്പൊ 30-നാണ് ഇമ്പോർട്ടൻസ്. ഇനി എങ്ങനെ കണ്ടുപിടിക്കാൻ? അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കാര്യം, നേരത്തെ ചോദ്യം ഒന്നും കൂടി എഴുതണം. ഓക്കെ, എന്തായാലും നേരത്തെ ചോദ്യത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇങ്ങനെ 90 ഉണ്ട്, ഇവിടെ 30 ഉണ്ട്, ഇപ്പുറത്തെ 60 ഉണ്ട്. എന്നിട്ടോ 30-ന് എതിർവശം 4 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് രണ്ടും കണ്ടുപിടിക്കാനല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്ക് ആദ്യം ഇവിടെ അതൊന്ന് അപ്ലൈ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ 30, 60, 90 ത്രികോണമാണ്. അപ്പോൾ അതിന്റെ റേഷ്യോ അഥവാ അംശബന്ധം എന്ന് പറഞ്ഞാൽ 1:√3:2 ആണ്. ഈ ചോദ്യത്തിൽ 30-ന് എതിർവശം നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ലക്കിയാണ്. 30-ന് എതിർവശം എന്ന് പറഞ്ഞാൽ നമുക്ക് ലാഭമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെ എഴുതണം? 30-ന്റെ നേരെ താഴെ എഴുതണം. എന്നാൽ ഇതിൽ നിന്ന് 30-ന് എതിർവശം തന്നു അല്ലെ, അപ്പൊ നമ്മൾ ലക്കിയാണ്, കുറെ പരിപാടി ലാഭം ആണല്ലോ. ഇനി എങ്ങനെ ഈ 30-ൽ നിന്ന് അടുത്തത് കണ്ടുപിടിക്കുക? അഥവാ 60-ന് എതിർവശം എങ്ങനെ കണ്ടുപിടിക്കുക? 60-ന്റെ എതിർവശത്തെ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ നേരത്തെ പറഞ്ഞ 4 ഗുണിക്കണം √3. ഇവിടെ എന്താണോ ഉള്ളത് അതിനെ √3 കൊണ്ട് ഗുണിക്കണം. അപ്പൊ ഇവിടെ എങ്ങനെ കിട്ടും? 4 ഗുണിക്കണം √3 അല്ലേ. ഇനിയോ ഇതിൽ നിന്ന് എങ്ങനെ ഇപ്പുറത്ത് കണ്ടുപിടിക്കുക? അഥവാ 90-ന് എതിർവശം എങ്ങനെ കണ്ടുപിടിക്കുക? ഓർമ്മ ഉണ്ടല്ലോ, 4-ന്റെ ഇരട്ടി 8, അങ്ങനെയാണ് ഇവിടെ 8 ആയത് അല്ലേ. ക്ലിയർ ആണല്ലോ. അപ്പോ ഇവിടെ 4 ആവുമ്പോ ഇവിടെ 8 എങ്ങനെ കിട്ടിയേ? ഡബിൾ. ഇവിടുത്തെ സിറ്റുവേഷൻ എന്താ? ഇവിടെ 4 ആവുമ്പോ അവിടെ 8 ആണെങ്കിൽ ഡബിൾ ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇപ്പുറത്ത് 12 ആവുമ്പോൾ ഇങ്ങോട്ട് എന്തായിരിക്കും? ഇവിടെ നിന്ന് അങ്ങോട്ട് ഡബിൾ ആണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് എന്തായിരിക്കും? യൂഷ്വൽ ഹാഫ് അല്ലേ. 12-ന്റെ ഹാഫ് പകുതി അല്ലെ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇരട്ടി ആണെങ്കിൽ അവിടെ നിന്ന് പകുതി 6. ഇവിടെ 6 ആണെങ്കിൽ ഇവിടെ എന്താ വരിക? 6 ഗുണിക്കണം √3 അഥവാ 6√3 ആണല്ലോ. അപ്പൊ നോക്കിക്കേ, 30-ന്റെ അവിടെ നമുക്ക് 6 എന്ന് കിട്ടി. അതിന്റെ അർത്ഥം എന്താ? 30-ന്റെ എതിർവശം 6. ഓക്കെ, 60-ന്റെ അവിടെ നമുക്ക് 6√3 കിട്ടി. അതിന്റെ മീനിങ് എന്താ? 60-ന് എതിർവശം 6√3. ഇപ്പൊ നമുക്ക് നീളവുമായി വീതിയുമായില്ലേ, ലെങ്ത് ഉണ്ട് ബ്രെഡ്ത്ത് ഉണ്ട്. എത്രയാണ് ലെങ്ത് അഥവാ നീളം എന്ന് വെച്ചാൽ 6√3 അഥവാ 6 ഗുണിക്കണം √3 എങ്ങനെ വേണേലും എഴുതാം. ഇൻറ്റു വീതി അഥവാ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? 6 അല്ലെ. അപ്പൊ 6 ഗുണിക്കണം 6ന്റെ ഇവിടെ 6 ഗുണിക്കണം 6 36 ഗുണിക്കണം √3 അഥവാ 36√3 സെന്റിമീറ്റർ സ്ക്വയർ, ചതുരശ്ര സെന്റിമീറ്റർ. ഓക്കെ ആണോ? ഇവിടെ സെന്റിമീറ്റർ എന്ന് തന്നാൽ അത് സെന്റിമീറ്റർ സ്ക്വയർ ആവും. പരപ്പളവാണ്. ഏരിയ ആവുമ്പോൾ ചതുരശ്ര സെന്റിമീറ്റർ എന്ന് മലയാളത്തിൽ പറയാം. പക്ഷെ മലയാളം എഴുതണം നിർബന്ധമൊന്നുമില്ല, സെന്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതി വെച്ചാലും മതി. ഈ ഭാഗത്തു നിന്നുള്ള രണ്ടാമത്തെ ചോദ്യം. ഈ പാഠത്തിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന 4ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഒരു ചിത്രം തന്നിട്ടുണ്ട്. ABC ഒരു ത്രികോണമാണ്, ട്രയാങ്കിൾ അല്ലെ. 2 ആംഗിൾ തന്നിട്ടുണ്ട്, 30ഉം 30ഉം. ഓക്കെ ആണല്ലോ. എന്നിട്ട് എന്താ ചോദ്യം? ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് BC? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് BC? മലയാളത്തിലെ BCയുടെ നീളം എത്രയാണ്? ഓക്കെ, ഈ ത്രികോണത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ? ഇവിടെ 30 ഇവിടെ 30 അല്ലേ. 2 കോണുകൾ തുല്യമാണ് എന്ന് പറയാം അല്ലെ. അവിടെ ഇവിടെ 30 പറഞ്ഞാൽ 2 കോണുകൾ തുല്യമാണ് എന്ന് പറയാം അല്ലെ. ഓക്കെ, 2 കോണുകൾ തുല്യമാണെങ്കിൽ എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ. എന്താ? 2 കോണുകൾ തുല്യമാണെങ്കിൽ അവർക്ക് എതിരെയുള്ള വശങ്ങളും തുല്യമായിരിക്കും. എന്താ കാര്യം? ഇംഗ്ലീഷ് പറഞ്ഞ എങ്ങനെ? ഇവിടെ 2 ആംഗിളും 30 ആണല്ലോ, 30 ഡിഗ്രി. ഇഫ് 2 angles of a triangles are equal, ഒരു ത്രികോണത്തിന്റെ 2 ആംഗിൾസ് കോണുകൾ തുല്യമാണെങ്കിൽ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. എന്താണ്? തുല്യമായ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങളും തുല്യമായിരിക്കും. ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പൊ എങ്ങനെ വരിക? കണ്ടോ, 30-നെതിരെയുള്ള ഈ വശവും 30-നെതിരെയുള്ള രണ്ടാമത്തെ വശവും തുല്യമായിരിക്കും. നമ്മുടെ ചിത്രത്തില് ഇവിടെ 4 സെന്റിമീറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോ ക്വസ്റ്റ്യൻ എന്താ? BC എത്രയാണ്? നമുക്ക് ഈസി ആയിട്ട് എഴുതാം. ഇവിടെ 4 ആയ സ്ഥിതിക്ക് ഇപ്പുറത്തും തന്നെ ആയിരിക്കും, 4 തന്നെ ആയിരിക്കും. ഓക്കെ, ഇത് നമ്മൾ മുമ്പ് പഠിച്ച കാര്യമാണ്. ഈ പാഠത്തിൽ
മുമ്പ് നമ്മൾ പഠിച്ചതൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരുന്ന ഞാൻ ആദ്യം പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് ബി. എന്താ ബി ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദി ലെങ്ത് ഓഫ് എ ബി. എ ബിയുടെ നീളം കാണുക. അത് നമുക്കൊന്ന് ചെയ്ത് നോക്കല്ലേ. അതെങ്ങനെ? ഈ ചോദ്യത്തിൽ വെച്ചിട്ടാണ് ഇത് ഈ പാഠത്തിലേക്ക് വരുന്നത്. അത് എങ്ങനെയെന്ന് വെച്ചാലേ കുറച്ചൊന്ന് ആലോചിച്ചാൽ മതി. ഇവിടെ 2 30 അല്ലേ? ഈ 30 കൂട്ടിയ 60 അല്ലേ? ബാക്കി ഇവിടെ ഉണ്ടാവില്ലേ? ഈ കോണളവ് എത്രയായിരിക്കും? സ്വാഭാവികമായിട്ടും ബാക്കി ഇവിടെ 120 ഉണ്ടാവുക അല്ലേ? അത്രയും കാര്യങ്ങൾക്ക് ഡൗട്ട് ഇല്ലല്ലോ. ഈ 2 കോണും 30 60, ബാക്കി ഇവിടെ 120. കാരണം ഇത് കൂട്ടിയാൽ 180 കിട്ടണം. ഇനി ഒന്ന് ആലോചിച്ചേ, നമുക്ക് എ ബി അല്ലേ വേണ്ടത്? അത് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കിട്ടുമോ? ഇല്ല. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യണം? സിമ്പിളായിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ ഒരു വര വരച്ചു കൊടുക്കുക. അതെന്തിനാ എങ്ങനെ വര വരച്ച്? അപ്പൊ ഈ കോണളവ് എത്രയായിരിക്കും? 90 ആയിരിക്കും. സ്ട്രൈറ്റ് ആയിട്ട് വരച്ചാൽ ഈ കോണളവ് ഇപ്പൊ ഇവിടെ നമ്മൾ ഡി ഇട്ടാൽ സി ഡി എന്നുള്ള വര സ്ട്രൈറ്റ് ആയിട്ട് വരച്ചതാണെങ്കിൽ ഈ കോണളവ് എന്തായിരിക്കും? 90 ആയിരിക്കും. അപ്പൊ ഇവിടെ 90, ഇവിടെ 30, അപ്പൊ ഇവിടെ എന്തായിരിക്കും? 60. ഇപ്പോഴത്തെ സൈഡിലോ? ഇവിടെ ഇത് 90 തന്നെയാണ്, ഇവിടെ 30 ഇത് 60. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവിടെ 90 ഉണ്ട്, ഇവിടെ 90 ഉണ്ട്, ഇവിടെ 30 ഉണ്ട്, ഇവിടെ 30 ഉണ്ട്. ഈ രണ്ടിടത്തും 60 ഉണ്ട് അല്ലെ? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ത്രികോണം എ ഡി സി ഈക്വൽ ടു ത്രികോണം ബി ഡി സി. എന്താണ്? 2 ത്രികോണങ്ങളും തുല്യമാണ്. ട്രയാങ്കിൾസ് ആർ ഈക്വൽ ട്രയാങ്കിൾസ്. കോണുകൾ തുല്യമായതുകൊണ്ട് ട്രയാങ്കിൾസിനെ നമുക്ക് ഈക്വൽ ആയിട്ട് എടുക്കാം. ഓക്കെ, ഇവിടെ എടുക്കാം. ഇനി അപ്പം എന്താ മെച്ചം? അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ 60-ന് ഓപ്പോസിറ്റുള്ള ഈ 2 കഷ്ണങ്ങളില്ലേ, ഇവിടെ ഉള്ളതും അത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എ ഡി ഈക്വൽ ടു ബി ഡി. ഇനി അതുകൊണ്ടെന്താ നമുക്ക് മെച്ചം? നമുക്ക് എ ബി അല്ലേ വേണ്ടത്? അതിനെന്ത് ചെയ്താൽ മതി? എ ഡി പ്ലസ് ബി ഡി ചെയ്താൽ പോരെ? ഇതാണ് നമ്മുടെ മെച്ചം. ഇനി അതിനെങ്ങനെ ഈ പാഠവുമായിട്ട് ബന്ധം ഉണ്ടാവുമെന്ന് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, കാരണം ത്രികോണത്തിന്റെ കോണുകൾ 30, 60, 90 അഥവാ 1:√3:2 ആണല്ലോ. 1:√3:2 അല്ലേ? ഇനി എന്താ ആലോചിക്കണ്ടേ? എവിടെയാണ് നമുക്ക് തന്നിട്ടുള്ളത്? അഥവാ ഏത് കോണിന്റെ എതിർവശമാണ്, ഓപ്പോസിറ്റ് സൈഡാണ് തന്നിട്ടുള്ളത്? ഏത് ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് തന്നിട്ടുള്ളത്? ഇവിടെ നോക്കിക്കേ, 90-ന്റെ ഓപ്പോസിറ്റ് അല്ലേ നമുക്ക് തന്നിട്ടുള്ളത്? ഇവിടെ ആണെങ്കിലും ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചതാണെങ്കിലും രണ്ടും 90-ന് ഓപ്പോസിറ്റ് ആണ് എന്ത് കിട്ടിയത്? 4 എന്നുള്ളൊരു മെഷർമെന്റ്, ഒരു അളവ് നമുക്ക് തന്നത് അല്ലെ? ഇവിടെ 4 ആവുമ്പോൾ ഇവിടെ എന്തായിരിക്കും? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ട, 2 അല്ലെ? 4ന്റെ പകുതി 2. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 2√3 അഥവാ 60-ന് താഴെ ഇവിടെ നമുക്ക് 2√3 കിട്ടിയാൽ എന്ത് മനസ്സിലാക്കണം? 60-ന് എതിർവശം 2√3 ആണ്. അപ്പൊ ഇവിടെ 60-ന് എതിർവശവും എന്തെന്നെയായിരിക്കും? 2√3 തന്നെ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എ ബി ഈസി ആയിട്ട് കണ്ടുപിടിക്കാലോ. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ പോരെ അല്ലേ? അല്ലെങ്കിലോ 2√3 പ്ലസ് 2√3 എന്ന് എഴുതാം. പക്ഷെ ഇതിപ്പോ എങ്ങനെ കൂട്ടാന്ന് കൺഫ്യൂഷൻ ഉള്ളവർക്ക് നമുക്ക് വേറെ പരിപാടി പറഞ്ഞുതരാം. എന്ത് ചെയ്താൽ മതി? 2 ഗുണിക്കണം 2√3 പോരെ? മനസ്സിലാവാത്തവർ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. 3 + 3 ചെയ്താൽ 6 കിട്ടും അല്ലേ? പക്ഷെ ഈ 3 + 3 ചെയ്യണം നിർബന്ധമുണ്ടോ? ഇല്ല. ഒരേ നമ്പർ 2 വട്ടം കൂട്ടണം എന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. എന്ത് ചെയ്താൽ മതി? 2 ഗുണിക്കണം 3 എന്ന് ചെയ്താൽ പോരെ? അപ്പോഴും 6 കിട്ടില്ലേ? 3 കൂട്ടണം 3 എന്ന് ചെയ്യാൻ അറിയാത്തവർക്ക് എന്ത് ചെയ്താലും മതി. ഇത് അറിയാമെങ്കിൽ, കൂട്ടാൻ അറിയില്ല പിന്നെ ഞാൻ ഗുണിക്കാൻ അറിയുന്നത് ചോദിച്ചുകൊണ്ട് വരരുത്, ഞാൻ പറഞ്ഞേ ഉള്ളൂ. 3 കൂട്ടണം 3 എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് എഴുതാം? 2 ഗുണിക്കണം 3 എന്ന് എഴുതാം. അതുപോലെ ഇവിടെ 2 ഗുണിക്കണം ഈ സംഭവം എഴുതാലോ. 2 ഗുണിക്കണം 2 എത്രയാണ്? 4√3. അപ്പൊ എ ബിയുടെ നീളം കിട്ടിയില്ലേ? എത്രയാണത്? 4√3 ആണ്. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് 5ാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ. അപ്പൊ ഇതാണ് ചോദ്യം. എന്താ ചോദ്യത്തിൽ തന്നിട്ടുള്ളത് നോക്കിക്കേ. പി ക്യു ആർ ഒരു ട്രയാങ്കിൾ, ത്രികോണം തന്നിട്ടുണ്ട്. അതിന്റെ ഒരു ആംഗിൾ 105 ആയിക്കോട്ടെ, 10 ആംഗിൾ 45 ആണ്, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒരു സൈഡ് 5√2 തന്നിട്ടുണ്ട് അല്ലെ? ഇത്രയും കാര്യങ്ങൾ തന്നിട്ട് എന്താ ചോദിച്ചത്? വാട്ട് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി വെർട്ടെക്സ് ആർ ടു പി ക്യു? എന്താ ഇതിന്റെ മലയാളം? ആർ എന്ന പോയിന്റിൽ നിന്ന് പി ക്യു എന്ന വരയിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ മലയാളത്തിൽ എന്താ? ആ ലംബമായ വരയുടെ നീളം, ലംബത്തിന്റെ നീളം. ഓക്കെ, പെർപെൻഡിക്കുലർ എന്ന് വെച്ചാൽ ലംബം എന്ന് പറയാം. അഥവാ ഇങ്ങനെ നമ്മളൊരു ലംബം പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലംബം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണോ?
ഇങ്ങനെ വരയ്ക്കുന്ന ഈ ഒരു വര, ഇതിനെ പി ക്യു ആർ ആണെങ്കിൽ ഇവിടെ എസ് ഇട്ടാൽ ആർ എസ് അല്ലെ, ഈ ആർ എസിന്റെ നീളം എത്രയാണ് എന്നാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എങ്ങനെ? നമ്മുടെ എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ എസ് എന്ന് കൊടുത്തപ്പോൾ ആർ എസ് ആണ്. ഓക്കെ, ഇവിടെ എന്ത് അക്ഷരം വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഈ ആർ എസ് എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണോ? അതിന് നമ്മളെ സഹായിക്കുന്നത് ആരാ? കൃത്യമായിട്ട് ഇവിടെ ആംഗിൾ ഉണ്ട്, ഇവിടെ ഒരു സൈഡ് ഉണ്ട്. അപ്പൊ അതിന് നമ്മളെ സഹായിക്കുക ട്രയാംഗിൾ പി ആർ എസ് ആണ്. ത്രികോണം പി ആർ എസ്. എന്തേ സാറേ ക്യു ആർ എസ് സഹായിക്കാത്തെ? ക്യു ആർ എസ് എന്താ സഹായിക്കാത്തെ? കാരണം ക്യു ആർ എസിലെ ആംഗിൾ ഒക്കെ അവിടെ ഉണ്ട് അല്ലെ. ഇവിടെ 90 ആണെങ്കിൽ ഇങ്ങോട്ടും 90 ആയിരിക്കും. കോണറൊക്കെ അവിടെ ഉണ്ട്, പ്രശ്നമില്ല. പക്ഷെ എന്താ പ്രശ്നം? സൈഡ് തന്നിട്ടില്ല, ഒരു സൈഡും നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പി ആർ എസ് ഉപയോഗിച്ചത്. ഓക്കെ ആണോ? ഇനി പി ആർ എസ് ഒന്ന് ശ്രദ്ധിച്ച്, ഇവിടെ 90, ഇവിടെ 45. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഈ കഷ്ണം എന്തായിരിക്കും? 45 ആയിരിക്കും. അപ്പൊ ഇതൊരു 45 90 ത്രികോണമാണ്. 45 90 അല്ലെ. നമ്മൾ കുറച്ചായാലും ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്താണ് ഇതിന്റെ സമവാക്യം? 1:1 √2. എന്നിട്ട് നമ്മൾ എന്താ ചെയ്തെന്ന് ആലോചിച്ചേ? നമ്മൾ ചെയ്യല് നമുക്ക് തന്നിട്ടുള്ള സൈഡ് ഏത് കോണിന് എതിർവശമാണെന്ന് നോക്കും. നമുക്കിപ്പോൾ ഇവിടെ ഒരു 5√2 എന്നുള്ള ഒരു സൈഡ് തന്നിട്ടുണ്ട് അല്ലെ. അത് ഏത് കോണിന് എതിർവശമാണ്? ഇങ്ങനെ നോക്കിക്കേ, 90 എതിർവശമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ അതാണ് എഴുതി 5√2 90 എതിർവശമായതുകൊണ്ട് നമ്മൾ 90 നേരെ താഴെ എഴുതുന്നു അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ട് കാര്യം മനസ്സിലാക്കാലോ, ഇത് രണ്ടും തുല്യാണല്ലോ. അത് ഞാനിപ്പോ പറഞ്ഞിട്ടുള്ള കാര്യമില്ലല്ലോ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ നമ്മൾ കണ്ടുപിടിക്കണ്ടേ അല്ലെ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ടുപിടിക്കുമ്പോ എന്താ ചെയ്യാ? തന്നെ ഇപ്പൊ നമ്മൾ നേരത്തെ ഇതെന്താ ചെയ്യേണ്ടത്? ഇവിടെ എന്താണോ തന്നിട്ടുള്ളത് അതിനെ ബൈ √2 ചെയ്യണം അല്ലെ. ഇവിടെ നിന്ന് അങ്ങോട്ടാവുമ്പോ ഗുണനമാണ്, അവിടെ നിന്ന് ഇങ്ങോട്ടാവുമ്പോൾ ഹരണമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കണ്ടുപിടിക്കുകയാണ് എന്ന് വിചാരിക്കുക, അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ, ഇങ്ങോട്ട് വരുമ്പോൾ ഡിവിഷൻ. കുറെ തവണയായി പറയുന്നു. മുകളിലും താഴെ √2 വെട്ടാലോ. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? 5. അപ്പൊ ഇവിടെ തന്നെ ആയിരിക്കും 5. ഇതിന്റെ മീനിങ് എന്താ? 45കളുടെ താഴെ 5 എന്ന് വന്നാൽ എന്താ മനസ്സിലാക്കണ്ടേ? ഈ 45ന്റെ എതിർവശവും 5ആണ്, ഈ 45ന്റെ എതിർവശവും 5ആണ്. അതിൽ നിന്ന് തന്നെ നമ്മുടെ ഉത്തരമായല്ലോ. എന്തായിരുന്നു നമ്മുടെ ചോദ്യം? ഞാൻ ഇവിടെ എഴുതാണ്. ആർ എസ് എന്താന്നാ ചോദ്യം? ആർ എസ് എന്താ? 5 സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്റർ അല്ലെ. 5 അത് കിട്ടിയില്ലേ? വളരെ ഈസിയാണ്. ഒരു വര വരയ്ക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. എന്തായാലും ബി ക്വസ്റ്റ്യൻ ലെങ്ത് ഓഫ് പി ക്യു. ബി ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ലെങ്ത് ഓഫ് പി ക്യു. പി ക്യുവിന്റെ നീളം എത്രയാണ് അല്ലെ. പി ക്യു എന്ന് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ. പി ക്യു ഇപ്പൊ നമുക്ക് 2 ഭാഗങ്ങളായിട്ട് എടുക്കാലോ. എങ്ങനെ? പി എസും എസ് ക്യു അല്ലേ. പി ക്യു എന്ന് പറയുന്നത് മുഴുവൻ ഒരുമിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ ഇവിടെ പി എസും ഉണ്ട്, ഇവിടെ എസ് ക്യു ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, പി എസ് പ്ലസ് എസ് ക്യു. ഇതിൽ പി എസ് നമുക്കറിയാലോ. പി എസ് നമുക്കറിയാലോ എത്രയാണ്? 5 പ്ലസ് എസ് ക്യു. അപ്പൊ നമുക്ക് വേണ്ടത് ഏതാ? പി ക്യു കണ്ടുപിടിക്കണം. അതിന് നമുക്ക് ഏത് മതി? എസ് ക്യു മതി അല്ലെ. എസ് ക്യു കണ്ടുപിടിക്കാൻ നമ്മൾ എന്തായാലും നമുക്ക് എന്ത് കണ്ടുപിടിക്കണമെങ്കിലും ഇവിടെ മട്ട ത്രികോണം അഥവാ റൈറ്റ് ട്രയാങ്കിൾ വേണം അല്ലെ. എസ് ക്യു കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ട്രയാങ്കിൾ ഏതാ? എന്തായാലും പേര്? നേരത്തെ ഇതേപോലെ ആണെങ്കിൽ ക്യു ആർ എസ്, എസ് ക്യു അല്ലെങ്കിൽ ക്യു എസ് അല്ലെ. എന്തായാലും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആ ത്രികോണത്തിന്റെ പ്രത്യേകത എന്താ? ഇവിടെ 90 ആണ്, ഈ സൈഡ് 5 ആണ്. ഈ കോണളവ് എത്രയായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് എത്രയായിരിക്കും? ഇവിടെ മൊത്തത്തിൽ ഇത് മുഴുവനായിട്ട് എത്രയാണ്? 105. അതിലൊരു 45 ഇയാൾ കൊണ്ടുപോയി. അപ്പോൾ ഇവിടെ ബാക്കി എത്ര വരിക? 60. ഇവിടെ 60 ഇവിടെ 90 വന്നാൽ ഇത് എത്രയാണ്? 30. കണ്ടോ? അപ്പൊ ഈ ത്രികോണത്തിന്റെ പ്രത്യേകത എന്താ? 30 60 90 അല്ലെ. 30 60 90. ഓക്കെ ആണോ? ഇനി 30 60 90 അംശബന്ധം എന്താ? റേഷ്യോ 1:√3:2. ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ ചെയ്ത പോലെ ആലോചിച്ച്. എന്താ ഇവിടെ ചെയ്തത്? ഏത് വശം തന്നു, അത് ഏത് കോണിനെതിരാണ്, തന്നിട്ടുള്ള സൈഡ് ഏത് ആംഗിളിന് ഓപ്പോസിറ്റ് ആണ്. ഇവിടെ നോക്കിക്കേ, ഇതില് ക്യു ആർ നമ്മുടെ ഇല്ല, എസ് ക്യു നമുക്കറിയില്ല, അത് കണ്ടുപിടിക്കാൻ നമ്മൾ പോകുന്നത്. പിന്നെ ഏതാണ്ട് ആർ എസ്. ആർ എസ് ഏതിന് എതിർവശ? ഈസി 30ന് എതിർവശാണ്. അപ്പൊ 30ന്റെ താഴെ ആർ എസിന്റെ നീളം. ആർ എസിന്റെ നീളം എത്രയാണ്? 5 ആയിക്കോട്ടെ. ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ എന്താ വരിക? ഈസി അല്ലേ. 5√3. ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ എന്ത് വരും? ഇരട്ടി, ഡബിൾ 10 അല്ലെ. അപ്പോൾ നോക്കിക്കേ, 60ന്റെ താഴെ നമ്മൾ എന്ത് എഴുതി? 5√3.
60 താഴെ ഇവിടെ എഴുതിയത് അല്ലേ. അപ്പൊ നമ്മുടെ ചിത്രത്തിലേക്ക് നോക്കിക്കേ, എവിടെ എഴുതാത്? 60 എതിർവശം 5√3. ക്ലിയർ അല്ലേ? അടുത്തതോ 90 താഴെ 10 ആണ് അല്ലെ. അപ്പൊ 90 എതിർവശം 10. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ ഉത്തരത്തേക്ക് എത്തിയില്ലേ? SQ കിട്ടി 5√3. അപ്പൊ എന്താ PQ? PQ എന്ന് പറഞ്ഞാൽ 5 പ്ലസ് SQ ആണ്. 5 പ്ലസ് SQ ആണ്. SQ എത്രയാണ്? 5√3. ഒരിക്കലും ഇത് കൂട്ടി 10√3 എന്ന് എഴുതരുത്. ഒന്നും ചെയ്തില്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്തിയാലും മതി. ഇനി പറഞ്ഞാൽ ചെയ്യാൻ അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഇവിടെ വെച്ച് നിർത്തിയാലും വേണ്ടില്ല. 5 5 10 ആക്കണ പരിപാടി ഇല്ല. ഓക്കെ ആണോ? ഇവിടെ 5√3 ഇവിടെയും ഉണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് 10√3 എന്ന് എഴുതാം. ഓക്കെ ആണോ? അപ്പൊ മണ്ടത്തരം കാണിച്ചു വെക്കരുത്, ഉള്ള മാർക്ക് പോയി കിട്ടും. ക്ലിയർ ആണല്ലോ? ഇത് നോക്കിക്കോളൂ. ഇനി ഇതിന്റെ സിയിലേക്ക് പോയാൽ നമുക്ക് സി എന്ന ക്വസ്റ്റ്യൻ സ്ക്രീൻ കാണാൻ എന്താ? ഇഫ് ദ റേഷ്യോ ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 2:3:7, റൈറ്റ് ദ റേഷ്യോ ഓഫ് ഇറ്റ് സൈഡ്സ്. കാണുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നുണ്ടോ? ഇങ്ങനത്തെ ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ടെസ്റ്റിലില്ല. എന്താ ചോദ്യം? മലയാളത്തിൽ എന്താ? കോണുകൾ, ആംഗിൾസ്, കോണുകൾ 2:3:7 എന്ന അംശബന്ധത്തിലാണെങ്കിൽ, റേഷ്യോയിലാണെങ്കിൽ, ഏത് ആംഗിൾസ് അഥവാ കോണുകൾ 2:3:7 എന്നുള്ള അംശബന്ധത്തിലാണെങ്കിൽ ആ ട്രയാങ്കിളിന്റെ, ആ ത്രികോണത്തിന്റെ വശങ്ങളുടെ അംശം എന്താണ് ചോദിച്ചത്? ഇത് തന്നത് റേഷ്യോ ഓഫ് ആംഗിൾസ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. മലയാളത്തില് കോണുകളുടെ അംശബന്ധം തന്നു അല്ലെ. കോണുകളുടെ അംശബന്ധം തന്നു. എന്നിട്ട് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താ? വശങ്ങളുടെ അംശബന്ധമാണ്. അപ്പൊ എങ്ങനെ ചെയ്യാം അല്ലെ? ഒരു ത്രികോണത്തിന്റെ കോണുകളുടെ അംശബന്ധമാണ്. ഇത് ഏത് ത്രികോണത്തിന്റെയാണ്? ഈ ത്രികോണത്തിന്റെയാണ് നമ്മൾ ആ ചോദ്യത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ചോദ്യത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല ഈ ട്രയാങ്കിളിന്റെ റേഷ്യോ ആണ് ഈ തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടില്ല. ഉറപ്പിച്ചോ? ഇതിന്റെയാണ് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഒന്നാമത്തെ കാര്യം. പിന്നെന്താ ചെയ്യാ? ഇതിന്റെ ആണെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ എന്നാൽ നമ്മൾ അങ്ങനെ ഒരു ത്രികോണം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ അതിന്റെ വശങ്ങളുടെ അംശബന്ധം, റേഷ്യോ ഓഫ് സൈഡ്സ് കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ഇതിന്റെയാണ് എന്ന് പറഞ്ഞാലും ഇല്ലെങ്കിലും ചോദ്യം ഇതിനെ പറ്റി തന്നെയാണ്. അതെങ്ങനെയാണോ? ഈ അംശബന്ധം ഒന്ന് നോക്കി നോക്കല്ലേ. നമുക്ക് ഇവിടെ തന്ന കോണുകൾ നോക്കുക. ഇവിടെ നോക്കിക്കേ, ഈ ത്രികോണത്തിന്റെ ഒരു കോൺ എന്ന് പറഞ്ഞാൽ Q എത്രയാണ്? 30. ഇവിടെ 2 ഏറ്റവും ചെറുത്, ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് 2 ആണ്, ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് 30 ആണ്. അതുകൊണ്ടാണ് ആദ്യം അത് എഴുതിയത്. ഈസ് 2. ഇവിടെ 3 ഇടത്തരം അല്ലെ. 3 എന്ന് പറഞ്ഞാൽ ഏതെടുക്കുക? 45 ഈസ് 2. ഇവിടെ വലുത് 6. ഇവിടെ 7 വലുതാണ്. അപ്പൊ 6 എത്രയാണ്? 105. ഇതിന്റെ കോണളവ് തന്നെ അല്ലേ? ഈ കോണളവ് ഒന്ന് ചെറുതാക്കി നോക്കിയാൽ നമുക്ക് എങ്ങനെ? ഇതൊക്കെ 15ന്റെ ഗുണിത, ഇതൊക്കെ മൾട്ടിപ്പിൾ ഓഫ് 15 ആണ്. അഥവാ ഇതിനെയൊക്കെ 15 കൊണ്ട് ഹരിക്കാം, ഡിവൈഡ് ചെയ്യാം. ക്ലിയർ ആണോ? അതെനിക്ക് മനക്കണക്കാട്ടോ. ഞാൻ എങ്ങനെ മനക്കണക്ക് ഇതാണ്. നിങ്ങൾ ഇതിനെയൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പർ ഏതാ എന്നാലോചിച്ചാൽ മതി. ഈ 3 നമ്പറിനെയും സെയിം നമ്പറോട് ഡിവൈഡ് ചെയ്യാം. അതേതാ നോക്കുക. ഇപ്പൊ എനിക്ക് വേഗം ഒന്നുകൂടി ഞാൻ എഴുതി വെച്ചു 15 ആണ്. നിങ്ങൾക്ക് വേറെ ഒന്ന് കിട്ടിയാണെങ്കിൽ അതുകൊണ്ട് ചെയ്യാം. ഓക്കെ. 30/15 2, 45/15 3, 105/15 7. അപ്പോ എന്ത് മനസ്സിലാക്കണം? സി ക്വസ്റ്റ്യനിൽ ഈ ത്രികോണത്തിന്റെ കോണുകളുടെ അംശബന്ധം 2:3:7 എന്ന് പറഞ്ഞിട്ടില്ല. റേഷ്യോ ഓഫ് ആംഗിൾസ് ഇൻ ദിസ് ട്രയാങ്കിൾ ഈസ് 2:3:7 എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഇതിനെ പറ്റിയിട്ടാണ് എന്ന ചോദ്യത്തിലില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനെ ഒരു സി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് ഇതിനെ പറ്റി തന്നെ ആയിരിക്കും. അതൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതിയത്. ഇനി ഇതാണോ നമ്മുടെ ആവശ്യം? അല്ല. നമുക്ക് ആവശ്യം എന്താ? സൈഡ്സ്, വശങ്ങളുടെ റേഷ്യോ ആണ് അല്ലെ. അത് വളരെ ഈസി ആയിട്ട് എഴുതാം. അപ്പൊ നമുക്ക് ആവശ്യം എന്താണ്? വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം. ഇതേപോലെ എഴുതുക, ചെറുതിൽ നിന്ന് വലുതിലേക്ക്. ഈ വശങ്ങളിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് വേണം എഴുതാൻ. കാരണം ഇവിടെ 2, 3, 7 പറയുമ്പോൾ ചെറുതിൽ നിന്ന് വലുതിക്കല്ലേ, അതുപോലെ എഴുതണം കേട്ടോ. ഇവിടെ ചെറുത് എന്ന് പറയുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക? ചെറുത് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഏറ്റവും ചെറിയ കോൺ നോക്കുക, ഏറ്റവും ചെറിയ ആംഗിൾ നോക്കുക. 30 അല്ലേ? അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആരാ? ഇവിടെ കിടക്കുന്നു. ആരാ? 5√2 ഈസ് 2. ഇനി അതിന് തൊട്ട് മുകളിലുള്ള ആരാ? 45 ആണ്. 45ന്റെ നേരെ എതിർവശത്ത് ആരാ? 10. ഈ ഉള്ളത്ത് നോക്കരുത് കേട്ടോ, മൊത്തത്തിലാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, 10. ഇനി അടുത്തത് ഇവിടെ ഏറ്റവും വലുത് 105 അല്ലേ? അതിന്റെ എതിർവശം എവിടെയാ? 5 + 5√3. 5 + 5√3.
ഇത്രയും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്താലും മതി. ഇനി ഇല്ലെങ്കിലോ ഒരു സ്റ്റെപ്പും കൂടി ചെയ്യാം. എന്താ? ഇതിനെയൊക്കെ ഹരിക്കാൻ പറ്റുന്ന ഒരു നമ്പർ നോക്കുക. ഇവിടെ ചെയ്ത അതേ പരിപാടി. ഇതിനൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പർ ആരാ? ഈസി ആയിട്ട് പറയാവുന്നേ ഉള്ളൂ. ഇതിനൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പറാണ് 5. അപ്പൊ എങ്ങനെ? 5 5 ക്യാൻസൽ ആയി. ഇവിടെ √2 10/5 2. ഇനിയോ ഈ 5 അല്ലെ, ഇവിടെ 5 + 5 √3 ഉണ്ട്. അപ്പൊ ഈ 5ഉം ഈ 5ഉം ഇവിടെ 5ഉം എത്ര 5 ഉണ്ട്? 3 5 ഉണ്ടല്ലേ. ഇതിന്റെ ഒരു കൃത്യമായ ഉത്തരം എന്ന് പറഞ്ഞാൽ ഈ 5നെ ഇങ്ങനെയും വെട്ടാം, ഇതിനെയും വെട്ടാം. അഥവാ ഈ 5 കൊണ്ട് താഴത്തുള്ള ഈ 5 കൊണ്ട് മുകളിലുള്ള 2 5നെയും നമുക്ക് വെട്ടിയിട്ട് ബാക്കി ഇവിടെ എന്താ വരിക? 1 + √3. അതെങ്ങനെ? 5 ഹരിക്കണം 5 1. ഇവിടെ 5 √3 ഹരിക്കണം 5. 5 5 വെട്ടിപ്പോയി അവിടെ ആരാ ബാക്കി? √3. ഇതാണ് അംശബന്ധം. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പോ ഒരു 2 നമ്പർ ഉണ്ട്, എയും ബിയും എന്ന് വിചാരിക്കുക. അതിനെ സി കൊണ്ട് ഹരിക്കണം. എങ്ങനെ? എയും ബിയും തമ്മിൽ കൂട്ടും വേണം, സി കൊണ്ട് ഹരിക്കുകയും വേണം. ഓക്കെ, അങ്ങനെ വരുമ്പോ ഇതിന്റെ അർത്ഥം എനെ സി കൊണ്ട് ഹരിക്കണം പ്ലസ് ബിയെയും സി കൊണ്ട് ഹരിക്കണം. 2 പേർക്കും ആ സിയിൽ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്, ഒരേ പ്രാധാന്യമാണ്. ഇനി ഇവിടത്തെ ഒരു ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ ആയിരുന്നല്ലോ അല്ലെ. ഈ 5നെ കൊണ്ട് ആരെയാണ് ഹരിക്കേണ്ടത്? ഇതിനെയാണോ ഇതിനെയാണോ എന്ന് ചോദിച്ചാൽ 2 പേരെയും ഹരിക്കണം. 5 ഹരിക്കണം 5ഉം ചെയ്യണം, പ്ലസ് 5 √3 ഹരിക്കണം 5ഉം ചെയ്യണം. വെട്ടിയാൽ അത് രണ്ടും പോയി, ഇത് രണ്ടും വെട്ടിയാൽ 1, ഇവിടെ √3. ക്ലിയർ ആണോ? അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മൾ കാത്തിരിക്കണം. ഒറ്റ കാര്യം, ഈ ത്രികോണത്തെ പറ്റി എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ സി ക്വസ്റ്റ്യൻ ആയിട്ട് ഇങ്ങനെ ഒന്ന് വന്നാൽ, അല്ലെങ്കിൽ ബിയോ സി ഏതാ ചെയ്യട്ടെ കേട്ടോ, ഇങ്ങനെ ഒന്ന് വന്നാൽ അത് ഇതിനെ പറ്റി തന്നെയാവും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ ഉറപ്പിക്കാം. ക്ലിയർ ആണല്ലോ? എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. അടുത്ത ചോദ്യത്തിന് മുമ്പ് അടുത്ത കണ്ടന്റ് ആശയം പഠിക്കാം. എന്തായിരുന്നു അടുത്ത ആശയം? ഏതായിരുന്നു? ഇവിടുത്തെ പ്രധാന വ്യക്തികൾ ആരൊക്കെയാണ്? സൈൻ, കോസ്, ടാൻ അല്ലെ. സൈനും കോസും ടാനും എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് സൈനും കോസും ടാനും നോക്കല്ലേ. ഈ സൈനും കോസും ടാനും പഠിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് പ്രധാനമായി മനസ്സിൽ ഉറപ്പിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് പറയാം അല്ലെ. എന്നാലേ നമുക്ക് അത് കൃത്യമായിട്ട് പഠിക്കുള്ളൂ. ഒന്നാമത്തെ കാര്യം, കുറെ കേട്ടിട്ടുണ്ടാവും സൈൻ എന്ന് പറഞ്ഞാൽ അതാണ്, കോസ് എന്ന് പറഞ്ഞാൽ അതാണ്, ടാൻ എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇതിൽ കുറെ കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ട്. അതിനു വേണ്ടി ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു മട്ട ത്രികോണം ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടാവണം. എങ്കിലേ സൈനും കോസും ടാനും ഉപയോഗിക്കാൻ പറ്റൂ. ഒന്നാമത്തെ കാര്യം. ഇനി ആ റൈറ്റ് ട്രയാങ്കിൾ, മട്ട ത്രികോണം എന്ന് പറഞ്ഞാൽ റൈറ്റ് ട്രയാങ്കിൾ, അതെപ്പോഴും വേണം അല്ലെ. അതിൽ തന്നെ ഈ സൈനും കോസും ടാനും ഒരുമിച്ച് ഉപയോഗിക്കേണ്ടി വരുമോ? ഇല്ല. ഒരു കാര്യം ചെയ്യുമ്പോൾ ഒന്ന് മാത്രം മതി. സൈൻ ഉപയോഗിക്കുകയാണെങ്കിൽ സൈൻ മാത്രം മതി, കോസ് ആണെങ്കിൽ കോസ് മാത്രം മതി, ടാൻ ആണെങ്കിൽ അത് മാത്രം മതി. അപ്പൊ ഇതെങ്ങനെ തിരിച്ചറിയാൻ, ഏത് ഉപയോഗിക്കണം എന്ന് എങ്ങനെ തിരിച്ചറിയാൻ, അതിലേക്കാണ് ഞാൻ വരുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഒരു മട്ട ത്രികോണം അഥവാ റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്, സ്വാഭാവികമായിട്ട് 90 ഡിഗ്രി ഉണ്ടായിരിക്കും അല്ലെ. ഇനി ഇവിടുത്തെ കോണളവ് 45 45 എന്ന് വന്നാൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് നമുക്കറിയാം. ക്ലിയർ ആയിട്ട് അറിയാലോ. അല്ലെങ്കിൽ ഇവിടെ 30 60, അല്ലെങ്കിൽ ഇവിടെ 30 60 അങ്ങനെ വന്നാലും നമുക്കറിയാലോ എന്താ ചെയ്യേണ്ടത്. ഈ 2 കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാം. ക്ലിയർ അല്ലേ? ഇനി ഇത് രണ്ടും വന്നില്ലെങ്കിലോ? ഒരു പക്ഷേ 44 വന്നാലോ, അല്ലെങ്കിൽ വേണ്ട 61 വന്നാലോ, അല്ല 31 വന്നാലോ, ഇത് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. ഇതിന്റെ പരിമിതിയാണ്. നമുക്ക് ഈ 2 കോണളവുകളുടെ ഇപ്പൊ പഠിച്ച കാര്യം, 2 ആംഗിൾസിന്റെ കാര്യം നമ്മളിപ്പോ പഠിച്ചു. അത് അങ്ങനെ തന്നെ വന്നാലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 45 45 90, 30 60 90 അങ്ങനെ തന്നെ വരണം. അല്ലാതെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഇല്ല, ഒരു ഓപ്ഷനും ഇല്ല. അപ്പോ ഇവിടെ നമ്മുടെ സൈനിന്റെയും കോസിന്റെയും പ്രാധാന്യം അവിടെയാണ് ഇരിക്കുന്നത്. ഒരു പക്ഷേ ഇവിടെ 40 വന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യും? അപ്പോഴും ഇതിന്റെ ഉത്തരം കിട്ടണം. ഇവിടെ 40 വന്നു, ഇവിടെ 5 സെന്റിമീറ്റർ വന്നു. എന്നിട്ട് നിങ്ങളോട് പറയാണ് ഈ 2 സൈഡും കണ്ടുപിടിക്കണം. സിമ്പിൾ, ക്വസ്റ്റ്യൻ സിമ്പിളാ. ഒരു ആംഗിൾ ഉണ്ട്, ഒരു കോൺ ഉണ്ട്, ഒരു സൈഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. മറ്റേ 2 സൈഡ് കണ്ടുപിടിക്കണം. ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴാണ് ത്രികോണമിതിയിലെ സൈന്, കോസ്, ടാന് എന്നിവർക്ക് പ്രാധാന്യം. ക്ലിയർ ആണോ? അപ്പൊ ആ സിറ്റുവേഷൻ ആദ്യം മനസ്സിലാക്കുക. എല്ലാ സിറ്റുവേഷനിലും ഇത് വേണമെന്നൊന്നുമില്ല. ഇതാണ് ആ സാഹചര്യം. ഇനി നമുക്ക് എത്ര കോണളവ് വേണേലും ആവാം. ഏതൊഴികെ 30 45 60 ഒഴികെ ഏത് കോണളവ് വന്നാലും സൈനും കോസും ടാനും ഉപയോഗിക്കാം. 30 45 60 വന്നാലും അപ്പോഴും ഇത് ഉപയോഗിക്കാം. തെറ്റൊന്നുമില്ല.
അപ്പോഴും വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷെ അപ്പൊ നമ്മുടെ വേറൊരു ഐഡിയ ഉള്ളതുകൊണ്ട് അത് ഉപയോഗിച്ചാലും മതി. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് എത്രയാണ് തരുന്നത് എന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഇവിടെ എ എന്നെടുത്തു. എ എന്നെടുക്കാനുള്ള കാരണം കോൺ എന്നതിന്റെ ഇംഗ്ലീഷ് ആംഗിൾ എന്നാണ്, എ. ഓക്കെ ആണോ? അപ്പൊ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് സൈൻ കോസ് ഉപയോഗിക്കാനുള്ള സാഹചര്യം മനസ്സിലായല്ലോ. ഇനി എങ്ങനെ ഉപയോഗിക്കാം? ഇത് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് 3 വാക്കുകൾ അറിയണം. ഒന്നാമത്തത്, ഈ 90-നെതിരെയുള്ള ഈ വശത്തെ, 90-നെതിരെയുള്ള ആ വശത്തെ 90 ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡിനെ നമ്മൾ എന്ത് വിളിക്കും? ഹൈപ്പോട്ടന്യൂസ്, അഥവാ മലയാളത്തില് കർണം എന്ന് വിളിക്കും, അല്ലെ? ഇത് നമുക്കറിയാലോ. അപ്പൊ ഇതിനെന്താ വിളിക്കുക? സാധാരണ പൈതഗോറസ് തിയറം വെച്ചിട്ട് ഇത് പാദം, ഇവിടെ ലംബം, ബേസ്, ആൾട്ടിറ്റ്യൂഡ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ത്രികോണമിതിയിൽ എത്തുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. കർണം അങ്ങനെ തന്നെ. 90-ന്റെ ഓപ്പോസിറ്റ് എപ്പോഴും എന്തായിരിക്കും? കർണമാണ്, അഥവാ ഹൈപ്പോട്ടന്യൂസ് ആണ് 90-ന്റെ ഓപ്പോസിറ്റ്. ഇനി അടുത്തതോ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നിട്ടുള്ള കോണളവ് 90 അല്ലാതെ വേറെ ഏത് കോണാണ് നമുക്ക് തന്നിട്ടുള്ളത് നോക്കുക. ഇപ്പൊ ഇവിടെ ഒരു കോണ് തന്നിട്ടല്ലോ, ഒരു ആംഗിൾ ഇവിടെ തന്നിട്ടല്ലോ, എ. അപ്പൊ അതിന്റെ എതിർവശം ഓപ്പോസിറ്റ്, അതിന്റെ എതിർവശത്തെ നമ്മൾ എന്ത് വിളിക്കും? അതിന്റെ എതിർവശത്തെ മലയാളത്തില് എതിർവശം തന്നെ വിളിക്കും. ഇതിന്റെ ഓപ്പോസിറ്റ് ഇല്ല നമ്മൾ എന്തെന്നെ വിളിക്കും? ഓപ്പോസിറ്റ് സൈഡ്. ഇനിയോ, ഇത് രണ്ടും അല്ലാത്ത മൂന്നാമത്തെ സൈഡിലെ, അല്ലെങ്കിൽ ഇതിന് ചാരി നിൽക്കുന്ന ഈ സൈഡിലെ, അതിനെ മലയാളത്തില് സമീപവശം എന്ന് വിളിക്കും. ഇംഗ്ലീഷിലോ അഡ്ജസന്റ് സൈഡ് എന്ന് വിളിക്കും. ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. കുറെ പേര് പഠിക്കും എന്താ? പാദമല്ല, അഡ്ജസന്റ് സൈഡാണ്. ബേസ് അല്ല, അഡ്ജസന്റ്. ബേസ് ഇസ് ഈക്വൽ ടു അഡ്ജസന്റ്. ബേസിന്റെ അവിടെ അഡ്ജസന്റ് എഴുതണം, അഥവാ പാദത്തിന്റെ അവിടെ സമീപവശം എഴുതണം. മറ്റേ സൈഡിൽ എതിർവശം അഥവാ ഓപ്പോസിറ്റ് സൈഡ് എഴുതണം. അങ്ങനെയാണോ പഠിക്കണ്ടേ? അല്ല, തെറ്റാണ്. എങ്ങനെ പഠിക്കണ്ടേ? 90 ഡിഗ്രി കോണിന് എതിർവശം കർണം, ഹൈപ്പോട്ടന്യൂസ്. അതല്ലാതെ തന്നിട്ടുള്ള കോണിന് എതിർവശം ഓപ്പോസിറ്റ് സൈഡ്. മറ്റേത് അഡ്ജസന്റ് അഥവാ സമീപവശം. എന്താ ഇത് പറയാനുള്ള കാരണം? ഞാൻ ഇതേ ചോദ്യം വേറൊരു രീതിയിൽ, അല്ലെങ്കിൽ ഇതേ സാധനം വേറെ ഒരു ചെറിയ മാറ്റത്തിൽ വരയ്ക്കുകയാണ്. ഇവിടെ 90 കോണളവ് ഇവിടെയാണ് തന്നത്. ശ്രദ്ധിച്ചോ? കോണളവ് തന്ന സ്ഥലം ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറും. അപ്പോഴും നമ്മുടെ ഒരു കാര്യത്തിന് മാറ്റമില്ല. 90 ഹൈപ്പോട്ടന്യൂസ് അല്ലെ? 90-ന് എതിർവശം ഹൈപ്പോട്ടന്യൂസ്, 90-ന് എതിർവശം ഹൈപ്പോട്ടന്യൂസ്. അതിന് മാറ്റമുണ്ടോ? ഇല്ല. മലയാളത്തിൽ എന്താ വിളിക്കുക? കർണം. 90-ന് എതിർവശം 90-യുടെ ഓപ്പോസിറ്റിന് എന്ത് വിളിക്കും മലയാളത്തില്? കർണം, അഥവാ ഇംഗ്ലീഷില് ഹൈപ്പോട്ടന്യൂസ്. അതിന് മാറ്റമില്ല. അതോടുകൂടി ആ 90-ന്റെ പണി കഴിഞ്ഞു. 90 ഡിഗ്രി കോണിന്റെ പണി കഴിഞ്ഞു. ഇനി ഏതാ? ഇതിനെ വെച്ചിട്ട് വേണം നോക്കാൻ. 90 അല്ലാത്ത കോണിനെ വെച്ചിട്ട് വേണം നോക്കാൻ. എ. അതിനെ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ? അല്ലേ? അപ്പൊ ഇവിടെ ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്, അഥവാ മലയാളത്തില് എതിർവശം എന്ന് വിളിക്കുന്നത്. ഇതാണ് നമ്മുടെ എതിർവശം. മനസ്സിലായോ? ഇവിടെ ഉണ്ടാകുന്ന എതിർവശം എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് മാറിയെന്ന് മനസ്സിലായില്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇതാണ് സമീപവശം, അഥവാ അഡ്ജസന്റ് സൈഡ്. മനസ്സിലായോ? പാദത്തിന് പകരം അഡ്ജസന്റ്, അല്ലെങ്കിൽ പാദത്തിന് പകരം ഓപ്പോസിറ്റ്, അങ്ങനെയാണോ? ബേസിന് പകരം അഡ്ജസന്റ് ഓപ്പോസിറ്റ്, അങ്ങനെയാണോ? അല്ലട്ടോ. ഇതാണ് ഐഡിയ. കോണാണ്, ആംഗിൾ ആണ് രാജാവ്. ഇവിടെ തന്നിട്ടുള്ള ആംഗിൾ അഥവാ കോണിനെ വെച്ചിട്ട് വേണം ഇത് എഴുതാൻ. ഇത് ക്ലിയർ ആണെങ്കിൽ ഇനി എന്താ പണി? ഇത് മനസ്സിലായാലേ നമുക്ക് സൈൻ എന്താണ്, കോസ് എന്താണ്, ടാൻ എന്താണെന്ന് മനസ്സിലാവൂ. ഓക്കെ, ഇവിടെ ടാൻ എ എന്ന് എഴുതി. ടാൻ എ എന്ന് വെച്ചാൽ ടാൻ ആംഗിൾ, ടാനും കോണും. ടാനിന്റെ ഒപ്പം കോൺ എഴുതണം എന്നാണ് അതിന്റെ അർത്ഥം. ഈ എ അതാണ് അവിടെ എഴുതിന്. അപ്പൊ കോസ് എ എന്ന് എഴുതിയാൽ കോസും കോണും, കോസ് ആൻഡ് ആംഗിൾ. സൈൻ എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ എന്താ സൈൻ? ഞാൻ പറഞ്ഞു ഇവിടെ 3 പേരും കൂടി ഒരുമിച്ച് ഉപയോഗിക്കേണ്ടി വരില്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? 3 പേർക്കും 3 ഉപയോഗങ്ങളാണ്. അതിൽ സൈൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷില് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, മലയാളത്തില് എതിർവശം ബൈ കർണം, എതിർവശം ബൈ കർണം. കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അഥവാ സമീപവശം ബൈ കർണം. ലാസ്റ്റത്തത് ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, അഥവാ എതിർവശം ബൈ സമീപവശം എന്നാണ്. ഈ 3 സമവാക്യങ്ങൾ നിങ്ങൾ കാണാതെ പഠിക്കണം, നിർബന്ധമാണ്. ക്ലിയർ ആണോ? ഈ 3 എണ്ണം എങ്ങനെയാണ് ഇതിന്റെ ഉപയോഗം വരിക? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു ചോദ്യത്തിൽ കർണം തന്നു, അഥവാ ഹൈപ്പോട്ടന്യൂസ് തന്നു എന്ന് വിചാരിക്കാം. എന്നിട്ടോ നിങ്ങളോട് എതിർവശം കണ്ടുപിടിക്കാൻ പറഞ്ഞു. എന്ത്? ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം, എതിർവശം കണ്ടുപിടിക്കണം. ഏതാ തന്നിട്ടില്ല? ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട്, കർണം തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഏതാ ഉപയോഗിക്കുക? എതിർവശം കണ്ടുപിടിക്കണം. എതിർവശം ഇവിടെ സൈഡിലും വരുന്നുണ്ട്,
ടാനിലും വരുന്നുണ്ട് അല്ലെ. ഓപ്പോസിറ്റ് സൈഡ് സൈനിലും ടാനിലും ഉണ്ട്. പക്ഷെ ഇതിൽ ഏത് ഉപയോഗിക്കും? അത് നമുക്ക് അടുത്ത കാര്യം നോക്കണം. എന്താണ് തന്നിട്ടുള്ളത്? എന്താ തന്നിട്ടുള്ളത്? കർണം അഥവാ ഹൈപ്പോട്ടന്യൂസ് ആണ് തന്നിട്ടുള്ളത് അല്ലെ. സമീപവശം തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ഏത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ? സൈൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്താ കാരണം? നമുക്ക് കണ്ടുപിടിക്കേണ്ടതും നമുക്ക് തന്നിട്ടുള്ളതും സൈനിലാണ് വരുന്നത്. മനസ്സിലായോ? നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എതിർവശമാണ്. കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ളത് കർണമാണ്. ഇവർ രണ്ടാളും ഒരുമിച്ച് വരുന്നത് ഏതിലാ? സൈനിലാണ്. അഥവാ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. ഹൈപ്പോട്ടന്യൂസ് നമുക്ക് അറിയാമെങ്കിൽ ഇവിടെ നമുക്ക് സൈനെ ഉപയോഗിക്കാൻ പറ്റൂ. കാരണം അവര് രണ്ടുപേരും ഒരുമിച്ച് വരുന്നത് സൈനിലാണ്. ഓക്കെ, ഈ രീതിയിൽ വേണം സൈൻ ആണോ കോസ് ആണോ ടാൻ ആണോ ഒരു ചോദ്യത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇവിടെ ഞാൻ ഇൻട്രൊഡക്ഷനിൽ ഇട്ട ചോദ്യം, ഇതിന്റെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ഇട്ട ചോദ്യം ഇവിടെയാണ് വരുന്നത്. എന്താ ചോദ്യം? ഇതാണ് ചോദ്യം. ഓക്കെ, ഒരു ത്രികോണമുണ്ട്. അതിന്റെ 3 സൈഡുകൾ, ഒന്ന് എ, ഒന്ന് ബി, മറ്റൊരു സി. ഇവിടെ ഒരു കോണളവുണ്ട് എക്സ് അല്ലെ. എന്നിട്ട് എന്താ ചോദിച്ചിട്ടില്ലേ? 3 ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്. അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടാൻ എക്സ് എത്രയാണെന്നാണ്. ഓക്കെ, ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, ഓപ്ഷൻസ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നമുക്ക് അല്ലാതെ തന്നെ കണ്ടുപിടിക്കാം. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ടാൻ എക്സ് എന്താണ്? ഓക്കെ ആണോ? എന്താ ഈ എക്സ് എന്നുള്ള കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടുത്തെ ആംഗിൾ ആണ്. ഈ ആംഗിൾ എക്സ് അല്ലേ? നമ്മൾ നേരത്തെ എ എഴുതിയ പോലെ ഇവിടെ എക്സ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ എക്സ് വന്നത്. ടാൻ എക്സ്. ടാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്താ? മലയാളത്തില് എതിർവശം ബൈ സമീപവശം എന്ന് പറയാം. ഇംഗ്ലീഷില് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്ന് പറയാം അല്ലേ. ഈസി ആണല്ലോ, വളരെ ഈസിയാണ്. ഈ ത്രികോണത്തിൽ ആരൊക്കെ ഓപ്പോസിറ്റും അഡ്ജസന്റ് എന്നൊക്കെ നോക്കിയാൽ പോലെ. ഒന്ന് ആലോചിച്ചു, ഇവിടെ 90ന്റെ ഓപ്പോസിറ്റിനെ നമ്മൾ എന്ത് വിളിക്കും? ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം എന്ന് വിളിക്കും. ക്ലിയർ അല്ലേ? പിന്നെ എവിടെ നിന്നാ നോക്കണ്ടേ? 90ന്റെ പണി കഴിഞ്ഞു. ഇനി എവിടെ നോക്കണ്ടേ? തന്നിട്ടുള്ള ഈ കോണിൽ നിന്ന്, ആംഗിളിൽ നിന്ന്. ഇതിൽ നിന്ന് നോക്കുമ്പോൾ ഇത് ഓപ്പോസിറ്റ് ആണോ? അല്ലല്ലോ, ഇത് വളരെ അടുത്തല്ലേ. അടുത്ത് നിൽക്കുന്ന ആളെ ഓപ്പോസിറ്റ് എന്ന് വിളിക്കുവോ? ഇല്ല. എതിർവശം എന്ന് വിളിക്കില്ല. അടുത്ത് നിൽക്കുന്ന ആളെ ആരെങ്കിലും എതിർവശം എന്ന് വിളിക്കുവോ? ഇല്ല. അപ്പൊ ഇതിന്റെ എതിർവശം ഏതാ? ഇതാണ് ഓപ്പോസിറ്റ് അഥവാ എതിർവശം. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇതെന്തായി? അഡ്ജസന്റ് അഥവാ സമീപ വശം. അഡ്ജസന്റ് എന്ന് വെച്ചാൽ അടുത്തുള്ളത്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് പറഞ്ഞേ, ഇവിടെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഏതാ? എ ബൈ സമീപവശം അഡ്ജസന്റ് എന്ന് പറഞ്ഞാൽ ഏതാ? ബി. അപ്പൊ എന്താ ആൻസർ? എ ബൈ ബി. ഈസി അല്ലേ? ഇനി ഇതിന്റെ ബി ക്വസ്റ്റ്യനില് സൈൻ എക്സും കാണണം, കോസ് എക്സും കാണണം. നമുക്ക് ഈസി ആയിട്ട് കാണാലോ. എങ്ങനെയത് ഈസി ആയിട്ട് കാണുക? ഈസി ആയിട്ട് നമുക്ക് പറയാം. സൈൻ എന്ന് പറഞ്ഞാൽ എന്താ? എതിർവശം ബൈ കർണം അഥവാ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയാലോ. ഇതേപോലെ ഒന്ന് ആലോചിച്ചാൽ അതല്ലേ നമ്മുടെ സമവാക്യം, ഇക്വേഷൻ. എക്സ് എന്ന് പറഞ്ഞാൽ ആംഗിൾ. ഒന്ന് പറഞ്ഞ ഇവിടെ ആരാ ഓപ്പോസിറ്റ്? എതിർവശം ആരാ? എതിർവശം ഇവിടെ എ ബൈ ആരാ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം? ഇവിടെ സി. അത്രയേ ഉള്ളൂ, എ ബൈ സി. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് കോസ് അല്ലെ. കോസ് എങ്ങനെ വരിക? ഒന്ന് ആലോചിച്ചേ. കോസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. മലയാളത്തില് സമീപവശം ബൈ കർണം അല്ലേ. സമീപവശം ബൈ കർണമാണല്ലോ അല്ലേ. ഈ സമീപവശം എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ? താഴെ ബി. ബി ബൈ ഇവിടുത്തെ കർണം വീണ്ടും ആരാ? സി. ഹൈപ്പോട്ടന്യൂസ് ആരാ? സി. ബി ബൈ സി. ഈസി ആയിട്ട് എഴുതി കൂടെ. ഇനി ഇവിടെ സി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതാണ് ഞാൻ ഇൻട്രൊഡക്ഷനിൽ ഇട്ട ക്വസ്റ്റ്യൻ. എന്താ? പ്രൂവ് ദാറ്റ് എന്ന് ഇംഗ്ലീഷ് പറയും. പ്രൂവ് ദാറ്റ് സൈൻ എക്സ് ബൈ കോസ് എക്സ് ഈക്വൽ ടു ടാൻ എക്സ്. എന്താ ഇതിനർത്ഥം? സൈൻ എക്സ് ഹരിക്കണം കോസ് എക്സ് ചെയ്താൽ ടാൻ എക്സ് കിട്ടുമെന്ന് തെളിയിക്കുക. മലയാളത്തിൽ നമുക്കൊന്ന് ചെയ്തു നോക്കല്ലേ. സൈൻ എക്സിനെ കോസ് എക്സ് കൊണ്ട് ഹരിച്ചാൽ ടാൻ എക്സ് കിട്ടുമെന്ന് തെളിയിക്കുക. അതല്ലേ നമ്മുടെ ആവശ്യമുള്ളൂ. നമുക്ക് ഈ 3 പേര് നമ്മുടെ കയ്യിലുണ്ട്. ഒന്ന് ആലോചിച്ചേ. സൈൻ ഉണ്ട്, എക്സ്, കോസ് എക്സ് ഇവിടെ ഉണ്ട്, ടാൻ എക്സ് ഇവിടെ അല്ലേ. ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി. സൈൻ എക്സിന് പകരം നമുക്ക് എന്ത് എഴുതാം? എ ബൈ സി. ഓക്കെ. അടുത്തതോ കോസ് എക്സിന് പകരം ബി ബൈ സി അല്ലെ. അപ്പൊ എ ബൈ സി ബൈ ബി ബൈ സി. എ ബൈ സി ഹരിക്കണം ബി ബൈ സി. ഇവിടെ എത്ര നമ്പർ ഉണ്ട്? ഇത് നമ്പർ ആണെന്ന് ആലോചിച്ചു. ഇവിടെ എത്ര നമ്പർ ഉണ്ട്? 1 2 3 4 അല്ലെ. ഇങ്ങനെ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാം, ഒരു കാര്യം പഠിച്ചോളൂ. എന്താ എന്ന് വെച്ചാൽ
ഇങ്ങനെ 4 നമ്പറൊക്കെ ഹരിക്കാൻ വരുമ്പോൾ എ ബൈ സി ബൈ പി ബൈ സി അല്ലെ, ഇങ്ങനെ 4 നമ്പറൊക്കെ ഡിവൈഡ് ചെയ്യാൻ വരുമ്പോൾ ഒന്നാമത്തെയും മൂന്നാമത്തെയും പൊസിഷൻ നോക്കുക. അത് ഒരുപോലെയാണെങ്കിൽ നമുക്ക് വെട്ടാം, ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ അത് ഒരുപോലെയാണോ? അല്ല, അപ്പൊ പിന്നെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്തതോ, 2ഉം 4ഉം ഒരുപോലെയാണെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അതല്ലേ, ഒരുപോലെ അല്ലേ, ക്യാൻസൽ ചെയ്തോളൂ. സി സി വെട്ടി. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ബാക്കിയുള്ളത് എ ബൈ ബി. ഈ എ ബൈ ബി നമുക്കറിയാലോ. എന്താ എ ബൈ ബി? നിങ്ങൾ എഴുതിയ ആൻസറിലേക്ക് തന്നെ നോക്കിക്കേ. എന്താ എ ബൈ ബി? എ ബൈ ബി എന്ന് പറഞ്ഞാൽ എന്താ? ടാൻ എക്സ്. അപ്പൊ കറക്റ്റ് അല്ലേ? നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞതല്ലേ, സൈഡിനെ കോസ് കൊണ്ട് ഹരിക്കുമ്പോ ടാൻ കിട്ടും. കിട്ടിയില്ലേ? ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, നമ്മൾ പഠിച്ച കാര്യമാണ്, പക്ഷെ വരുന്ന രീതി വേറെയാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കി നോക്കിയാലോ. അടുത്ത ചോദ്യം ഈ പാഠത്തിൽ നമ്മുടെ 7ാമത്തെ ചോദ്യമാണ്. എന്താ അവിടെ? വീണ്ടും ഒരു ത്രികോണം തന്നിട്ടുണ്ട്. ഇവിടെ ഒരു കോണളവ് 44 ഈ എഴുതിയിട്ടുള്ളത്, മറ്റേ കോൺ 90 തന്നിട്ടുണ്ട്. എന്നിട്ട് 3 ചോദ്യം. എന്താ? എ ക്വസ്റ്റ്യൻ എന്താ? ആംഗിൾ എ, കോൺ എ എത്രയാണ്? ഇത് ഈസി അല്ലേ? ഇവിടെ 90, ഇവിടെ 44 ആണെങ്കിൽ ഇത് 46 അത്രയല്ലേ വരൂ. കാരണം 46, 44, 90, 90, 90, 150. ഈസി. അതിലേക്കൊന്നും ഞാൻ നിൽക്കുന്നില്ല. ബി എന്താ? ബി ക്വസ്റ്റ്യൻ. വിച്ച് among the following is tan 44? ഓക്കെ, താഴെ തന്നിരിക്കുന്നതിൽ tan 44 ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്, ഞാൻ ഓപ്ഷൻസ് ഒന്നും പറയുന്നില്ല. നേരത്തെ നമ്മൾ tan x ചെയ്തു, sin x ചെയ്തു, cos x ചെയ്തു. അതുപോലെ ഒന്ന് നോക്കിക്കേ. tan എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്, അഥവാ എതിർവശം ബൈ കർണം, സമീപവശം അല്ലേ? ഒന്ന് നോക്കിക്കേ, ഇതിൽ ആരൊക്കെ എതിര്? ഇവിടെ നോക്കിയാൽ നമുക്കറിയാലോ ആരൊക്കെയാണ് എതിർവശം. നോക്കിക്കൂടെ? ഇവിടെ 90 ഡിഗ്രിക്ക് എതിർവശത്തെ നമ്മൾ സ്വാഭാവികമായും കർണം അഥവാ ഹൈപ്പോട്ടന്യൂസ് എന്ന് വിളിക്കും. ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം ഒരിക്കലും ചെരിഞ്ഞ വരയാണെന്ന് പഠിച്ചു വെക്കരുത്. എങ്ങനെ കണ്ടുപിടിക്കുക? 90 ഡിഗ്രിക്ക് എതിർവശമാണ്. ഓക്കെ ആണല്ലോ. പിന്നെ 44ന്റെ കഥയാണ് ഇവിടെ ചോദിച്ചത്. tan 44. അപ്പൊ 46 നോക്കിയിട്ട് കാര്യമില്ല. എവിടെ നോക്കണം? 44 നിന്ന് തന്നെ നോക്കണം. 44 നിന്ന് നോക്കുമ്പോൾ ഇവിടെ അല്ലേ എതിർവശം വരിക, അഥവാ ഓപ്പോസിറ്റ്. ഇതെന്ത് വരും? അഡ്ജസന്റ് അഥവാ സമീപവശം. എന്നിട്ട് നമ്മളോട് ചോദിച്ചു tan 44. എന്താ tan? എതിർവശം ബൈ സമീപവശം, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഇവിടെ ഓപ്പോസിറ്റ് അഥവാ എതിർവശം എന്ന് പറഞ്ഞാൽ ഏതാ? എ ബി. നമുക്കറിയില്ല, നീളമൊന്നും അറിയില്ല. അപ്പൊ പിന്നെ എന്ത് എഴുതി വെക്കാൻ പറ്റുള്ളൂ? എ ബി എന്ന് എഴുതി വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സമീപവശം അഥവാ അഡ്ജസന്റ് എന്ന് പറഞ്ഞാൽ ബി സി. അപ്പൊ നമുക്ക് എഴുതാം എ ബി ബൈ ബി സി. ഇങ്ങനെ തന്നെയാണ് തന്നിട്ടുള്ളത്. ക്ലിയർ ആണോ? നമ്മുടെ ഓപ്ഷൻസിൽ എ ബി ബൈ ബി സി ഉണ്ട്. ക്ലിയർ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. പ്രൂവ് ദാറ്റ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് tan 44 into tan 46 equal to 1. tan 44 ഗുണിക്കണം tan 46 സമം 1 എന്ന് തെളിയിക്കുക. അതിന് നമുക്ക് വേണ്ട ഒന്നാമത്തെ ആള് tan 44. അത് നമ്മുടെ ഉണ്ട് അല്ലെ. ഇനി tan 46 ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് ഇവിടെ തന്നെ ഇല്ല അല്ലെ. 44 നമ്മുടെ ഉണ്ട്. ഇനി tan 46 ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്, എതിർവശം ബൈ കർണം അല്ലെ. ഈസി ആയിട്ട് എഴുതാലോ. എതിർവശം ബൈ സമീപവശം അല്ലെ. എതിർവശം എന്ന് പറഞ്ഞാൽ 46നെ വെച്ച് നോക്കുമ്പോൾ ഇതാണോ എതിർവശം? അല്ല. 46നെ വെച്ച് നോക്കുമ്പോൾ ആരാ എതിർവശം? ഇതാണ്. ആരത്? ബി സി ബൈ 46നെ വെച്ച് നോക്കുമ്പോൾ സമീപവശം ആരാ? അഡ്ജസന്റ് ആരാ? ഇയാളാണ് സമീപവശം അഥവാ അഡ്ജസന്റ്. ആരാ? എ ബി. ശ്രദ്ധിക്കണം, 46ൽ നിന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിൻ്റെതായ മാറ്റമുണ്ട്. ഇവിടെ തമ്മിൽ ഗുണിച്ചാൽ ഏത്? tan 44 ഇവിടെ ഉണ്ട്, tan 46 അവിടെ ഉണ്ട്. ഇത് തമ്മിൽ ഗുണിച്ചാൽ 1 കിട്ടുന്നത് തെളിയിക്കണം. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാൽ ഇത് തമ്മിലൊന്ന് ഗുണിച്ചു നോക്കിയാലോ. എങ്ങനെ? tan 44 എന്ന് പറഞ്ഞാൽ എ ബി ബൈ ബി സി അല്ലെ ഗുണിക്കണം tan 46 എന്ന് പറഞ്ഞാൽ ബി സി ബൈ എ ബി. ഇത് ഗുണിക്കാം അല്ലെ. ഇത് രണ്ടും നമുക്ക് വേണമെങ്കിൽ പറയാലോ ഫ്രാക്ഷൻ ആണ്, അഥവാ ഭിന്നസംഖ്യയാണ് അല്ലെ. നമ്പർ ഒന്നും ഇല്ലെങ്കിലും ഫ്രാക്ഷൻ ആണല്ലോ. എങ്ങനെ നമുക്ക് ഗുണിക്കുക? ഫ്രാക്ഷൻ ഗുണിക്കുക എങ്ങനെയാ? നേർക്ക് നേരെ ഗുണിക്കണം. കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മള് അല്ലെ. എങ്ങനെ ഗുണിക്കുക? എ ബി ഗുണിക്കണം ബി സി ഹരിക്കണം ബി സി ഗുണിക്കണം എ ബി അല്ലേ. ഇങ്ങനെയല്ലേ ചെയ്യുക. മുകളിലും താഴെയും ഒരുപോലെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് വിടാലോ. കട്ട് ചെയ്ത് വിട്ടാൽ പിന്നെ ഇവിടെ എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഇല്ല. ബി സി പോയി, എ ബി പോയി. ഇത് മൊത്തത്തിൽ കട്ടായി പോയാൽ എന്ത് പറയാം? മുകളിലും 1
താഴെയും 1. അതറിയില്ലേ? കട്ട് ചെയ്ത് പോയി എന്ന് പറഞ്ഞാൽ 0 ആവുക എന്നല്ല കേട്ടോ അർത്ഥം. 1 എന്നാണ്. 1 എന്താ 1/1? 1. അതന്നെയല്ലേ നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞിട്ടുള്ളേ, അല്ലേ? ഈസി അല്ലേ? സൈനിനെ വെച്ചിട്ട് ഒരു ഇമ്പോർട്ടന്റ് കാര്യം കൂടി നമുക്ക് വരുന്നുണ്ട്. അതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം ആ പോർഷൻ, ആ ഭാഗത്തിന്റെ പേര് ട്രയാങ്കിൾസ് ആൻഡ് സർക്കിൾസ് എന്നാണ് എൻ്റെ ഓർമ്മ. അല്ലെങ്കിൽ സർക്കിൾസ് ആൻഡ് ട്രയാങ്കിൾസ്. വൃത്തവും ത്രികോണവുമാണോ അതോ ത്രികോണവും വൃത്തവുമാണോ? രണ്ടിലൊന്നാണ്. ഓക്കെ ആണോ? അവിടെ എന്താ നമ്മൾ പഠിക്കുന്നത് കൂടി നോക്കാം. നമ്മൾ എന്താ പഠിക്കുന്നത്? നമ്മൾ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന പാഠത്തിൽ പഠിച്ച കുറച്ച് കാര്യങ്ങളുടെ തുടർച്ചയാണ്. വൃത്തങ്ങളും കോണുകളും എന്ന് പറയുന്ന പാഠത്തിന്റെ ഒരു തുടർച്ച എന്ന് വേണമെങ്കിൽ ഈ ഭാഗത്തെ വിളിക്കാം. പക്ഷെ ട്രിഗണോമെട്രിയാണ്, ത്രികോണമിതി തന്നെയാണ് കാര്യം. ഓക്കെ, നോക്കല്ലേ? അപ്പൊ എന്താ സംഭവം? ഇതെവിടെ കണ്ടിട്ടില്ലയോ? എന്തോ ഒരു ഓർമ്മ എടുത്തല്ലോ. ഓ എന്ന് എഴുതി എന്താ? വൃത്തകേന്ദ്രം, സെന്റർ ഓഫ് ദി സർക്കിൾ, ഒറിജിൻ എന്നൊക്കെ വിളിക്കാം, അല്ലെ? ഈ കോണളവ്, സെൻട്രൽ ആംഗിൾ എന്നറിയപ്പെടുന്ന കേന്ദ്രകോൺ, അല്ലെ? അത് സി എന്നെടുത്താൽ, നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്, സി എന്നെടുത്താൽ എന്താ? ഇവിടെ എന്താ വരിക? ഇവിടെ വരിക c/2, ഇതിന്റെ പകുതി. ഓർമ്മ ഉണ്ടല്ലോ? ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വര വെച്ച് ഇങ്ങനെ ഒരു ആംഗിൾ വന്നാൽ ഇതെങ്ങനെ കണ്ടുപിടിക്കുക? ഈസി ആണല്ലോ. 180 കുറയ്ക്കണം c/2, അല്ലെ? 180 കുറയ്ക്കണം ഇവിടെ കിട്ടിയത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇവിടെ 140 ആണെങ്കിൽ ഇവിടെ അതിന്റെ പകുതി 70. ഇവിടെ 180 കുറയ്ക്കണം 70 എന്ന് പറയുമ്പോൾ 110. ഇത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇനി അവിടെ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു വര വരച്ചിട്ടും പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന് പേരിടാണ് AB. AB ഈസ് എ കോഡ് ഓഫ് ദി സർക്കിൾ. ഞാനാണ് AB. എന്താണ്? വൃത്തത്തിലെ ഞാൻ ആണ്. ആണല്ലോ. ഇത് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ ഈ കോണ് കാണാനൊക്കെ പഠിച്ചിട്ടുണ്ട്, ആംഗിൾസ് കാണാനുള്ള കാൽക്കുലേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് അവിടെ പഠിപ്പിക്കാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. അവിടെ പഠിപ്പിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ടോ. അല്ലാതെ അവരുടെ തെറ്റൊന്നല്ല, അവർ മറന്നുപോയതൊന്നല്ല. എന്താണ് അവിടെ പഠിപ്പിക്കേണ്ടിയിരുന്നത്? ഈ ഞാനിന്റെ നീളം എങ്ങനെ കാണാം, അഥവാ ലെങ്ത് ഓഫ് കോഡ്. കോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ AB. അത് മലയാളത്തിൽ ഞാനിന്റെ നീളം. എങ്ങനെ ഞാനിന്റെ നീളം കണ്ടുപിടിക്കുക? അതിനൊരു സമവാക്യം, ഒരു ഇക്വേഷൻ നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. 2r sin c/2. 2r sin c/2. 2 നമുക്കറിയാം, നമ്മുടെ 2. r എന്ന് പറഞ്ഞാൽ റേഡിയസ് അഥവാ ആരം. c/2 എന്ന് പറഞ്ഞാൽ ഈ മുകളിലുള്ള ആംഗിള്, അല്ലേ? അപ്പോ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഇവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട് ഈ പാഠത്തിൽ. ഓക്കെ, ഇവിടെ ആദ്യം ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. ഇവിടെ ഒരു വൃത്തം, ഒരു സർക്കിൾ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ, ത്രികോണമുണ്ട്. അതിന്റെ ആംഗിൾ എത്ര ഉണ്ട്? 50 ഡിഗ്രി തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? എന്നിട്ട് നമ്മളോട് എന്ത് ചോദിക്കാം? ഒരു കാര്യം കൂടി തന്നിട്ട്, എന്താ? ഇതിന്റെ ആരം അഥവാ റേഡിയസ് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണെന്ന് കൂടി തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ തന്നിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് കോഡ്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് കോഡ്? ഞാനിന്റെ നീളം എത്ര? അപ്പൊ നമുക്കത് നേരിട്ട് ചെയ്യാലോ. ഞാനിന്റെ നീളം കാണാൻ നമ്മുടെ ഒരു സമവാക്യം ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ എവിടെ നിന്നാ ഉത്തരം എഴുതി തുടങ്ങണ്ടേ? അവിടെ നിന്നാണ്. ഞാനിന്റെ നീളം സമം 2r sin c/2 എന്ന് എഴുതിയിട്ട് വേണം തുടങ്ങാൻ. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇതാണല്ലോ നമ്മുടെ സമവാക്യം. ഇക്വേഷൻ ആദ്യം എഴുതണം. ക്ലിയർ അല്ലേ? ഇക്വേഷൻ എഴുതിയിട്ടേ ചെയ്യാവൂ. ഈസിയാണ്, ഡയറക്റ്റ് ആണ്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. 2 അതവിടെ നോട്ടെ, ഒന്നും ചെയ്യാല്ല. ഇൻറ്റു 2r എന്ന് വെച്ചാൽ 2 × r, 2 ഗുണിക്കണം r. r നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 3 ആണ്. ആയിക്കോട്ടെ, ഗുണിക്കണം സൈൻ c/2 അവിടെ തന്നു. ഇതല്ലേ c/2? ഇവിടെയാണ് സെന്റർ. ഇങ്ങനെ വരച്ചാൽ ഇതാണ് c. അപ്പൊ ഇത് c/2 അല്ലേ? എത്രയാണ്? 50. സൈൻ 50. സൈൻ 50 എന്ന് പറയുമ്പോൾ 2 ഗുണിക്കണം 3 6 ഗുണിക്കണം സൈൻ 50 0.76 ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ മനക്കണക്കാണ്. അതുകൊണ്ട് ഇപ്പൊ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് എഴുതുക. എവിടെ ഉണ്ട്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 126 പേജിലുണ്ട്. ഓക്കെ, അപ്പൊ സൈൻ 50 എന്ന് പറഞ്ഞാൽ 0.76. അപ്പൊ ഞാനിത് നീളം കിട്ടുന്നത് മനസ്സിലായില്ലേ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നും ആലോചിക്കാല്ലേ. ചോദ്യത്തിൽ ഉള്ളത് കിട്ടുക, എഴുതി വെച്ചാൽ മാത്രം മതി. ക്ലിയർ ആണല്ലോ? സൈൻ 50 ചോദ്യത്തിൽ തരുട്ടോ, ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്തിലേക്ക് പോയാലോ. അപ്പൊ നമ്മുടെ 9ാമത്തെ ചോദ്യം, ഈ പാഠത്തിൽ നമ്മൾ ചെയ്യുന്ന 9ാമത്തെ ചോദ്യം ഏതാ? ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. എന്തൊക്കെ കുറെ വിവരങ്ങൾ ഉണ്ടല്ലേ? ഈ വിവരങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളോട് 2 ചോദ്യം ചോദിച്ചിരുന്നു. 1ാമത്തെ ചോദ്യം എ ചോദ്യമാണ്. ആംഗിൾ ADB ഈക്വൽ ടു എത്രയാണ്? കോൺ ADB എത്രയാണ്? ADB എത്ര? ഈസി അല്ലേ? ഇത് നമ്മുടെ ഈ പാഠത്തിൽ നിന്നല്ല, വൃത്തങ്ങളിൽ നിന്നാ, സർക്കിൾസിൽ നിന്നാ. എന്താ? ഇവിടെ 65 ആണെങ്കിൽ ഇവിടെയും തന്നെ വരും, 65 തന്നെ വരും. ക്ലിയർ ആണോ? ഇവിടെ 65 ആണെങ്കിൽ 10 65 വരും എന്നുള്ളത് വൃത്തങ്ങളാണ്, സർക്കിൾസ് ആണ് കേട്ടോ. അതവിടെ നിൽക്കട്ടെ.
നമ്മുടെ മെയിൻ ചോദ്യം ബി ആണ്. എന്താ? റേഡിയസ് കണ്ടുപിടിക്കുക, അല്ലെ? ആരം കണ്ടുപിടിക്കുക എന്നാണ് ചോദ്യം. ഫൈൻഡ് ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ ഓഫ് ദി ട്രയാങ്കിൾ എ ബി സി. ത്രികോണം എ ബി സിയുടെ പരിവൃത്തത്തിന്റെ ആരം കണ്ടുപിടിക്കുക, അഥവാ ആരം കണ്ടുപിടിക്കുക, റേഡിയസ് കണ്ടുപിടിക്കുക. ഓക്കെ, സർക്കിൾ അഥവാ പരിവൃത്തം എന്നുള്ള കൊണ്ടൊന്നും ഞെട്ടാൻ നിൽക്കണ്ട, അതൊന്നും നമ്മുടെ വിഷയമല്ല. നമുക്ക് ആലോചിക്കേണ്ട ഒരു ഒറ്റ കാര്യമുള്ളൂ. നമ്മളിവിടെ ആരം കണ്ടുപിടിക്കാൻ അഥവാ റേഡിയസ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ ഈ പാഠത്തില്? ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ഇത് ഏത് വെച്ചിട്ട് തന്നെ ചെയ്യണം? നമുക്കിവിടെ ആകെ ഒരു ഇക്വേഷനെ അറിയുള്ളൂ. എന്താണ്? ലെങ്ത് ഓഫ് കോഡ് അഥവാ ഞാണിന്റെ നീളം. ഇതല്ലേ നമുക്കറിയുള്ളൂ. അപ്പൊ ഇത് വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. എന്താ? 2r sin c/2. വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഒരു ഓപ്ഷനും ഇല്ലതേ ഉള്ളൂ. ഞാണിന്റെ നീളം അല്ല കണ്ടുപിടിക്കേണ്ടത്. ഏതാ കണ്ടുപിടിക്കേണ്ടത്? ആരമാണ്. നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചേ, ഞാൻ ചെയ്ത കഴിഞ്ഞ ചോദ്യത്തില് ഞാണിന്റെ നീളമായിരുന്നു കണ്ടുപിടിക്കേണ്ടിരുന്നത്. ലെങ്ത് ഓഫ് കോഡ് കണ്ടുപിടിക്കണമായിരുന്നു. അവിടെ നമുക്ക് റേഡിയസ് തന്നിരുന്നു, ആരം 3 ആണെന്ന് തന്നിരുന്നു. ഇവിടെ സിറ്റുവേഷൻ മാറി, റേഡിയസ് കണ്ടുപിടിക്കണം, ആരം, അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് തരണം? ലെങ്ത് ഓഫ് കോഡ് അഥവാ ഞാണിന്റെ നീളം തരണം. ഒന്ന് ഈ ചിത്രത്തിലേക്ക് നോക്കിക്കേ, ഞാണിന്റെ നീളം തന്നിട്ടുണ്ടാവും. ക്ലിയർ ആണ്. എത്രയാണ് ഇവിടെ? ഇതാ തന്നിട്ടുണ്ട്. എത്രയാണ്? 9 സമം ഈസി. 2 ഗുണിക്കണം 6 ഗുണിക്കണം സൈൻ c/2 ആംഗിൾ, അല്ലെ? തന്നിട്ടില്ല. ഏതാ ഇവിടെ 65 അല്ലെങ്കിൽ 65 തന്നെയാണ്. c/2 എന്ന് വെച്ചാൽ 65. ഈസി അല്ലേ? അപ്പോൾ ഇനി എങ്ങനെ ഇതിൽ നിന്ന് 6 കണ്ടുപിടിക്കാം? ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാലോ. എങ്ങനെയാണ്? ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. 6 അല്ലേ നമുക്ക് വേണ്ടത്? അപ്പൊ 6ന് നമ്മൾ ഒന്നും ചെയ്യണ്ട, 6 അവിടെ നിൽക്കട്ടെ. ഓക്കെ ആണോ? ആ 6 അവിടെ നിൽക്കട്ടെ. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങോട്ട് പോരട്ടെ, ഓരോരുത്തരായിട്ട്. ഇവിടെ 9 ഉണ്ട് അല്ലേ? 9ന്റെ അടുത്തേക്ക് ഞാൻ ആദ്യം ഈ 2 ഗുണിക്കണം 2 ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഓക്കെ ആണോ? ഗുണിക്കണം 2 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഹരിക്കണം 2 ആയി. സമം. പിന്നെ ഇവിടെ ആരൊക്കെയുണ്ട്? ഒരു 6 ഉണ്ട്. ഗുണിക്കണം സൈൻ 65 എന്ന് പറഞ്ഞാൽ 0.91 ആണ്. ഇങ്ങനെ ഇതിനെ ഹരിച്ചാൽ നമുക്ക് 4.5 എന്ന് കിട്ടും. ഓക്കെ ആണോ? നമുക്കിവിടെ 6 മാത്രം മതി, അഥവാ ഈ സൈഡിൽ 6 മാത്രം മതി. ഈ ഗുണിക്കണം എന്നുള്ളത് കൂടി ഇങ്ങോട്ട് പോരണം, അല്ലെ? അപ്പൊ ഇവിടെ 9 ഹരിക്കണം 2, 9/2 എന്ന് പറഞ്ഞാൽ 4.5. ക്ലിയർ ആണോ? അതിന്റെ അടുത്തേക്ക് ആര് കൂടി വരുന്നു? ഗുണിക്കണം 0.91 ഇൻറ്റു 0.91 ഇങ്ങോട്ട് വരുമ്പോൾ /0.91. ഇത് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടുന്നോ അതായിരിക്കും റേഡിയസ് അഥവാ ആരം. ഓക്കെ ആണോ? അപ്പോൾ എങ്ങനെ? ഈസി ആണല്ലോ. എങ്ങനെ ഇത് പോയിന്റ് ഉള്ളത്? ഡെസിമൽ നമ്പേഴ്സ്, ദശാംശ സംഖ്യകൾ എങ്ങനെ ഡിവൈഡ് ചെയ്യുക? ഇവിടെ ഡെസിമൽ പോയിന്റിന് ശേഷം എത്ര നമ്പർ നോക്കുക, അഥവാ ഈ പോയിന്റ് ദശാംശ പോയിന്റിന് ശേഷം എത്ര നമ്പർ നോക്കുക. പോയിന്റിന് ശേഷം ഇവിടെ ഒരു നമ്പറും പോയിന്റിന് ശേഷം ഇവിടെ 2 നമ്പറുമാണ് ഉള്ളത്, അല്ലേ? അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ 2 നമ്പർ ഉള്ളതുകൊണ്ട് ഇവിടെ ഈ പോയിന്റ് കളയാൻ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഗുണിക്കണം. അപ്പൊ മുകളിലും എന്ത് ചെയ്യണം? 100 കൊണ്ട് ഗുണിക്കണം. ഇവിടെ 100ന്റെ ആവശ്യമില്ല, 10 മതി. പക്ഷെ എന്തുകൊണ്ടാണ് 100 എടുത്തത്? താഴത്ത് 100 വേണം, 10 പോരാ. കാരണം പോയിന്റിന് ശേഷം 2 നമ്പർ ഉണ്ട് എങ്കിൽ ആ പോയിന്റ് കളയണമെങ്കിൽ ഇവിടെ 2 പൂജ്യമുള്ള സംഖ്യ വേണം. ഇവിടെ പക്ഷെ ഒരു പോയിന്റേ ഉള്ളൂ, അപ്പൊ ഒരു പൂജ്യമുള്ള സംഖ്യ മതി യഥാർത്ഥത്തിൽ. പക്ഷെ ഇതാണ് കാരണം. അപ്പൊ ഒന്ന് പറഞ്ഞേ, 4.5ന്റെ പോയിന്റ് കളഞ്ഞാൽ 45, അല്ലെ? അപ്പൊ ഒരു പൂജ്യം മതി നമുക്ക് അതിന്. അപ്പൊ ഈ രണ്ടാമത്തെ പൂജ്യം അവിടെ വേസ്റ്റ് അല്ലേ? അപ്പൊ ആ പൂജ്യം കൂടുതൽ ഇവിടെ ഉണ്ടാവും, 450. ഇവിടെ ഈ 2 പൂജ്യത്തിന് പണിയുണ്ട്. എന്തിനാ? ഈ പോയിന്റിന് ഇവിടുന്ന് കളയണമെങ്കിൽ 2 പൂജ്യം വേണം, കാരണം 2 നമ്പർ ഉണ്ട്. അപ്പൊ ആ പോയിന്റിന് പോയാൽ ബാക്കി ഇവിടെ 91 അല്ലെങ്കിൽ 0.91. വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇത് ചെയ്താൽ എന്ത് കിട്ടുന്നോ അതായിരിക്കും ആരം. ഓക്കെ ആണോ? ഈസി അല്ലേ? അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇതിൽ നിന്ന് വരിക. ഇനി ഇവിടെ ഒരു പക്ഷെ എന്തുകൂടി ചോദിക്കാം, ഇത് ഹരിച്ച കിട്ടുന്നത് 4.94 ആട്ടോ, അതാണ് നമ്മുടെ ആരം. ക്ലിയർ ആണോ? ഇവിടെ നമുക്ക് 2 ചോദ്യങ്ങളുടെ സാധ്യത കൂടിയുണ്ട്. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി ആണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ പേജ് നമ്പർ പറഞ്ഞുതരാം. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 118 2 ചോദ്യങ്ങൾ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതിവിടെ ആരം കാണാനല്ല, വ്യാസം കാണാനാണ്. റേഡിയസ് അല്ല, ഡയമീറ്റർ ആണ്. എന്ത് ചെയ്താൽ മതി? ആരം കണ്ടുപിടിക്കാൻ കഴിയുന്നവർക്ക് വ്യാസം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഡബിൾ എടുത്താൽ പോരെ? ഈസി അല്ലേ? ഇതാണ് ആരമെങ്കിൽ, റേഡിയസ് എങ്കിൽ അതിന്റെ ഇരട്ടി, ഡബിൾ. അതാണ് എന്ത്? അത് ചെയ്ത് എന്ത് കിട്ടും? വ്യാസം അഥവാ ഡി കിട്ടില്ലേ? ഇനി അല്ലെങ്കിലോ ഇവിടെ 2r അല്ലേ? ആ 2d ചെയ്യണ്ട. ഈ 2r എന്ന് പറഞ്ഞാൽ എന്താ? ഡി ആണ്. അപ്പൊ ഈ 2r എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? അവിടെ ഡി എന്ന് എഴുതാം. അപ്പൊ എന്ത് ചെയ്താൽ മതി?
ഇവിടെ നിന്ന് ആരും ഇങ്ങോട്ട് പോകേണ്ടതാ, ഇയാൾ ഇങ്ങോട്ട് പോന്നാൽ മതി. അപ്പൊ എങ്ങനെ വരും? 9 ഗുണിക്കണം സൈൻ 65 ഇങ്ങോട്ട് പോന്നാൽ ഹരിക്കണം സൈൻ 65. സൈൻ 65 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.91 ആവും. അത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡി കിട്ടും. ഈസി അല്ലേ? അല്ലേ? 2r d ആണ്. അപ്പൊ അത് നിങ്ങൾ ചെയ്ത് നോക്കണം. സ്ക്രീനിൽ കാണുന്ന ചോദ്യം നിങ്ങൾ ചെയ്ത് നോക്കണം. ഇത്രയുമാണ് ആദ്യത്തെ ഭാഗം. ഇത്രയും കൃത്യമായി പഠിക്കുക. ഈ ചോദ്യം ചെയ്തിട്ട് വാട്സപ്പ് ചെയ്യുക, നമ്പർ താഴത്തുണ്ട്, അത് ചെയ്യുക. തെറ്റുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എന്നിട്ടോ എന്ത് ചെയ്യണം? എന്താ ചെയ്യണ്ടേ? നിങ്ങളിത് കൃത്യമായി പഠിച്ചിട്ട് വേണം 2 ദിവസം കൊണ്ട് അടുത്ത ക്ലാസ്, ഏത് അകലവും ഉയരവും, ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് വരും. അപ്പൊ ഇത് പഠിച്ചിട്ട് വേണം അതിലേക്ക് ഇരിക്കാൻ. അതിലൊരു 5, 6, 7 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അത് മനസ്സിലാവണമെങ്കിൽ ഇത് പഠിച്ചിരിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, വ്യൂവേഴ്സ് വരണം. ഓക്കെ, അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, എന്നാലേ നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ ചെയ്യാം, മെസ്സേജ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.